ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. സഹോദരീ സഹോദരന്മാരെ, കഴിഞ്ഞ ബുധനാഴ്ച നവംബർ 4 സഖ പി ബിജു അന്തരിച്ചത്. കേരളത്തിലെ യുവജന പ്രസ്ഥാനത്തിൻ്റെ കരുത്തനായ നേതാവ്, കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു ഭാവി തുറന്നു വച്ചിട്ടുള്ള ഉത്തമനായൊരു പൊതുസേവകൻ, ധീരതയും താൻ ഏറ്റെടുത്ത ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുന്നതിലുള്ള കഠിനമായ പരിശ്രമങ്ങളും പ്രത്യേക സവിശേഷതകളായി കൊണ്ടു നടക്കുന്ന ഒരു പ്രിയപ്പെട്ട സഖാവിനെയാണ് എല്ലാവർക്കും നഷ്ടമായത്. ചെറുപ്പകാലം മുതൽ തന്നെ ഇടതുപക്ഷ രാഷ്ട്രീയത്തോടും ഇടതുപക്ഷ മുദ്രാവാക്യങ്ങളോടും ആഭിമുഖ്യം കാണിച്ചുകൊണ്ട് കുട്ടികളുടെ സംഘടനയിലും തുടർന്ന് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലും സജീവമായി പങ്കുവഹിച്ചു. വിദ്യാർത്ഥി ജീവിത കാലഘട്ടത്തിൽ വിദ്യാർത്ഥി ജീവിതം എന്ന നിലയിൽ പഠനം പൂർത്തിയാക്കാൻ എല്ലാ പഠനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിലുപരി സംഘടനാപരമായ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ സംഘടിപ്പിച്ചുകൊണ്ട് ശക്തമായൊരു വിദ്യാർത്ഥി പ്രസ്ഥാനം വളർത്തിയെടുക്കാൻ സഖാ ബിജു അക്ഷീണം പരിശ്രമിച്ചു. തിരുവനന്തപുരത്ത് ഏറ്റവും സുപരിചിതനായിരുന്നു സഖാ ബിജു. ബിജു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം, ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ഉന്നത പഠനത്തിന് വേണ്ടി തിരുവനന്തപുരത്ത് വരുന്നത്. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ നിന്ന് ബിരുദവും അതിനുശേഷം ബിരുദാനന്തര ബിരുദവും ജേർണലിസത്തിൽ ബിരുദാനന്തര ബിരുദം നേടി നിയമപഠനം നടത്തി. ഇതിലെല്ലാം ഒരു വിദ്യാർത്ഥി എന്നുള്ള നിലയിലുള്ള പഠനം പൂർത്തിയാക്കി. ഈ പഠനത്തോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടി വിദ്യാർത്ഥികളുടെ ആകെ അംഗീകാരവും പിന്തുണയും നേടിയെടുക്കാൻ കഴിഞ്ഞു. അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉയർന്ന നേതൃസ്ഥാനം വഹിച്ചു. കേരളത്തിലുടനീളം സഞ്ചരിച്ചു. ജന്മന ചെറിയ അംഗവൈകല്യങ്ങളുണ്ടെങ്കിൽ പോലും അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതെ കേരളം മുഴുവൻ ഓടി നടന്ന് വിദ്യാർത്ഥികൾക്ക് കരുത്തും ആവേശവും പകർന്നുകൊണ്ട് വിദ്യാർത്ഥികളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്കും പുരോഗമന ആശയങ്ങളിലേക്കും നയിക്കാൻ സഖാ ബിജു പ്രവർത്തിച്ചു. ഈ പ്രവർത്തന കാലഘട്ടങ്ങളിൽ തന്നെ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് ആശയങ്ങളിൽ ആകൃഷ്ടനായി കൂടുതൽ പഠനങ്ങൾ നടത്തി. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ പ്രത്യയശാസ്ത്രപരമായിട്ടുള്ള വ്യക്തത വരുത്തിക്കൊണ്ട് സഖാ ബിജു പൊതുരംഗങ്ങളിലും സജീവമായി നിറസാന്നിധ്യമായി. എന്ന് മാത്രവുമല്ല, പൊതുരംഗത്ത് സജീവമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖ്യ പ്രാസംഗികനായി പ്രചാരകനായി പ്രവർത്തിക്കുകയും വിദ്യാർത്ഥി രംഗത്ത് വിദ്യാർത്ഥികളെ ഇടതുപക്ഷ ചിന്താഗതികളിലേക്ക് ആകർഷിക്കാനുമുള്ള ഫലപ്രദമായ പ്രവർത്തനങ്ങളാണ് സഖാ ബിജു നടത്തിയത്. അങ്ങനെ കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രദേശങ്ങളെല്ലാം സമരകേന്ദ്രങ്ങളായിരുന്നു. നിഷേധിക്കപ്പെട്ട വിദ്യാർത്ഥികളുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ തെരുവിലിറങ്ങി പോരാടിയ വിദ്യാർത്ഥികളെ മുമ്പിൽ ധീരതയോടുകൂടി അതിനെ നയിച്ചുകൊണ്ട് ബിജു ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്തെ ഏത് വിദ്യാർത്ഥി സമരത്തിലും ബിജുവിൻ്റെ സാന്നിധ്യം കാണാം.
SFI പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറിയായി പ്രവർത്തിച്ചുകൊണ്ട് വിദ്യാർത്ഥികളെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുമ്പോൾ തന്നെ മറ്റ് വിദ്യാർത്ഥികൾക്കും വിദ്യാർത്ഥി സംഘടനകൾക്കുമെല്ലാം ബഹുമാന്യനായിട്ടുള്ള ഒരു വിദ്യാർത്ഥി നേതാവായിട്ടാണ് ബിജുവിനെ കണ്ടത്. എല്ലാവരോടും പുഞ്ചിരിച്ചുകൊണ്ട് തൻ്റെ രാഷ്ട്രീയ നിലപാട് വ്യക്തമാക്കിക്കൊണ്ടും സാഹോദര്യം സ്ഥാപിച്ചുകൊണ്ടും പ്രവർത്തിച്ചു. ചെറുപ്പം മുതൽ തന്നെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും ദുരിതമനുഭവിക്കുന്നവർക്ക് ആശ്വാസം കൊടുക്കാനുമുള്ള പ്രവർത്തനങ്ങളിലും ബിജു സജീവമായിരുന്നു. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ നിന്ന് വിരമിച്ചപ്പോൾ തന്നെ യുവജന പ്രസ്ഥാനത്തിൻ്റെ നേതാവായി അദ്ദേഹം ഉയർന്നു കഴിഞ്ഞിരുന്നു. DYFIയുടെ ഏറ്റവും കരുത്തനായ നേതാക്കളിൽ ഒരാളായും സഖാവ് ബിജു പ്രവർത്തിച്ചു. DYFIയുടെ സംഘടനാ രീതിയിൽ തികഞ്ഞ ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിച്ചു. യുവസമൂഹത്തിൽ നിലനിന്നിരുന്ന അരാജകത്വ പ്രവണതകളും അസംതൃപ്തിയും നിഷ്ക്രിയത്വ ബോധവും മാറ്റിത്തീർക്കാൻ യുവാക്കളെ കർമ്മനിരതരായി സാമൂഹ്യ പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റി പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ അംഗീകാരമുള്ള ഒരു ശക്തിയായി, യുവശക്തിയായി മാറ്റി തീർക്കാൻ ഫലപ്രദമായ ഇടപെടലുകളും പ്രവർത്തനങ്ങളുമാണ് സഖാവ് ബിജു സംഘടിപ്പിച്ചത്. DYFI കേരളം മുഴുവൻ നിറഞ്ഞു നിൽക്കുകയാണ്. എല്ലാ പ്രദേശങ്ങളിലും അതിൻ്റെ യൂണിറ്റുകളും സംഘടനാ പ്രവർത്തനങ്ങളുമുണ്ട്. ബിജു ഈ സംഘടനാ പ്രവർത്തനത്തെ കുറെ കൂടി ഉയർത്തിക്കൊണ്ടുവന്നു. 1980 നവംബർ മാസത്തിൽ പഞ്ചാബിലെ ലുധിയാനയിൽ സമ്മേളിച്ചുകൊണ്ടാണ് DYFI എന്ന അഖിലേന്ത്യാ പ്രസ്ഥാനത്തിന് രൂപം കൊടുത്തത്. ആ യുവജന പ്രസ്ഥാനം ഇന്ന് കേരളത്തിൽ എല്ലാ ഭാഗം നിറഞ്ഞു നിൽക്കുകയാണ്. ഏറ്റവും കരുത്തുള്ള യുവജന സംഘടന DYFI തന്നെയാണ്. അതിനടുത്ത് നിൽക്കാൻ പോലും മറ്റൊരു സംഘടനകളുമില്ല. യുവാക്കൾ അനുഭവിക്കുന്ന തൊഴിലില്ലായ്മ പോലുള്ള പ്രശ്നങ്ങൾ, രോഗം പോലുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ജീവിത പ്രയാസങ്ങൾ, ദാരിദ്ര്യം തുടങ്ങിയിട്ടുള്ളവർക്ക് പരിഹാരം കാണാൻ, ദുഃഖിതരെ സംരക്ഷിക്കാൻ സാന്ത്വന പരിപാലന പരിപാടികൾ സംഘടിപ്പിച്ചുമെല്ലാം നിറഞ്ഞു നിൽക്കുന്ന യുവ നേതാവായിരുന്നു സഖാവ് ബിജു. ലുധിയാനയിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടി ജീവത്യാഗം ചെയ്ത ഭഗവത് സിംഗും ലോകരംഗത്ത് വിമോചനത്തിന് വേണ്ടി പോരാടി രക്തസാക്ഷിത്വം വരിച്ച ചെഗുവേരയുമായിരുന്നു ബിജുവിൻ്റെ ആദർശ മാർഗമായി കണ്ടത്. ബിജു ആരാധിച്ചിരുന്നത് ചെഗുവേരയുടെ ധീരതയും അതുപോലെ തന്നെ ഭഗവത് സിംഗിൻ്റെ ആത്മസമർപ്പണ ബോധവും എല്ലാം സ്വാംശീകരിക്കാൻ ജീവിതത്തിൽ സഖാവ് ബിജു പരിശ്രമിച്ചു എന്നുള്ളത് സഖാവ് ബിജുവിൻ്റെ ജീവിതം പരിശോധിക്കുമ്പോൾ കാണാൻ കഴിയും. 43-ാമത്തെ വയസ്സിൽ സഖാവ് ബിജുവിന് അദ്ദേഹത്തിൻ്റെ ജീവിതകർമ്മം പൂർത്തിയാക്കേണ്ടി വന്നു. ഇനിയും ഒരുപാട് കാലം നമ്മോടൊപ്പം ഈ സമൂഹത്തിൽ ജീവിച്ച് ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിയുന്ന യുവസഖാവാണ് അകാലത്തിൽ പൊലിഞ്ഞു പോയത്. സഖാവ് ബിജു ധീരനായിട്ടുള്ളൊരു പോരാളിയാണ്. എന്നും യുവഹൃദയങ്ങളിൽ നിറഞ്ഞു നിൽക്കും. എന്നും DYFI പ്രസ്ഥാനം ആ വിപ്ലവകാരിയെ സ്മരിക്കും. ഒട്ടനവധി കുടുംബ പ്രയാസങ്ങളും ശാരീരിക അസ്വാസ്ഥ്യവും ഒക്കെ ഉണ്ടെങ്കിൽ പോലും അതെല്ലാം തൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്, സാമൂഹ്യ പ്രവർത്തനത്തിന് തടസ്സമായി നിൽക്കരുത് എന്ന് ചിന്തിച്ചുകൊണ്ട് ഇതിനെയെല്ലാം മറച്ചുവെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടത്തി അതിൽ നിന്ന് ആശ്വാസം കൊള്ളുന്ന ഒരു സഖാവിനെയാണ് നമുക്കവിടെയെല്ലാം കാണാൻ കഴിഞ്ഞത്. വീട്ടിലേക്ക് ചെല്ലുമ്പോൾ മൂത്ത കുട്ടി, 4 വയസ്സുള്ള കുട്ടി ഓട്ടിസം ബാധിച്ചു. വളരെ ദാരിദ്ര്യങ്ങളും കഷ്ടപ്പാടുകളുമായിരുന്നു. എന്നാൽ അതൊന്നും ബിജുവിൻ്റെ പോരാട്ടത്തെ തളർത്തിയില്ല. അതെല്ലാം പോരാട്ട സമിതികളിൽ
കൂടുതൽ കരുത്താണ് ബിജുവിന് പകർന്നത്. ഒരു നല്ല നാളെ കെട്ടിപ്പടുക്കാൻ വിലക്കയറ്റവും തൊഴിലില്ലായ്മയും പട്ടിണിയും കഷ്ടപ്പാടുകളും ഇല്ലാത്ത, അടിച്ചമർത്തപ്പെട്ട ഒരു ജനതയില്ലാത്ത, ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ ജനങ്ങൾ കലഹിച്ച് തമ്മിൽ തല്ലി നശിക്കുന്ന ഒരു നാടല്ലാതെ നമ്മുടെ നാടിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ സഖാവ് ബിജു പോരാടുകയായിരുന്നു. ഇന്ന് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റാണ്. ആ ഗവൺമെൻറ് അധികാരമേറ്റെടുത്തതിന് ശേഷമുണ്ടായ ഒട്ടനവധി പ്രളയങ്ങൾ, നീപ്പ വൈറസിൻ്റെ പ്രശ്നങ്ങൾ, 2 മഹാപ്രളയങ്ങൾ, അതുപോലെ തന്നെ COVID-19 എന്ന മഹാമാരി, ഇതെല്ലാം നാടിനെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോഴും ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ യുവജനങ്ങളെ മുഴുവൻ സജ്ജമാക്കിയും യുവജനങ്ങളെ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി സാന്ത്വന പരിപാലന പരിപാടികളിൽ പങ്കാളികളാക്കിയും സഖാവ് ബിജു പ്രവർത്തിച്ചു വരികയായിരുന്നു. അതോടൊപ്പം തന്നെ പ്രളയം പോലുള്ള ഘട്ടങ്ങളിൽ യുവാക്കളുടെ സേവനം അർപ്പിക്കുന്നതിന് വേണ്ടി യുവാക്കളെ സജീവമായി ത്യാഗമനോഭാവത്തോടുകൂടി ജനരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാക്കാൻ ബിജു അക്ഷീണം പ്രവർത്തിച്ചു. അതിൻ്റെ ഫലം നമ്മളിലുണ്ടായി. നമ്മുടെ യുവ സഖാക്കൾ സാമൂഹ്യ പ്രതിബദ്ധതയോടുകൂടി പ്രളയകാലത്ത് പ്രവർത്തിച്ചു. തൻ്റെ സഹോദരങ്ങളെ രക്ഷിക്കാൻ അങ്ങേയറ്റം പരിശ്രമിച്ചു. ആ തരത്തിൽ യുവസമൂഹത്തെ വളർത്തിയെടുത്തുകൊണ്ട് ഈ കേരളത്തിൻ്റെ ഭാവി ശോഭനമാക്കാൻ പരിശ്രമിച്ചു. ഇടതുപക്ഷ ഗവൺമെൻറ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ജനക്ഷേമകരമായ പ്രവർത്തനങ്ങൾ ജനങ്ങളിലെത്തിക്കാൻ ഇന്ന് കേരളം ഒരുപാട് വളർന്ന് വികസിച്ചു. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ കഴിയും. ഇന്ന് കേരളം ഒരു പുതിയ കേരളമാണ്. വിദ്യാഭ്യാസ രംഗത്ത്, ആരോഗ്യരംഗത്ത്, വ്യവസായ രംഗത്ത്, സാമൂഹ്യക്ഷേമ രംഗത്തെല്ലാം കേരളം വൻ പുരോഗതി നേടി. ലോകത്തിൻ്റെ മുമ്പിൽ കേരളം ഒരു മാതൃകാ പ്രദേശമായി തലയുയർത്തി നിൽക്കുകയാണ്. അത്തരത്തിലൊരു നാടാക്കി കേരളത്തെ മാറ്റി തീർക്കാൻ ഇടതുപക്ഷ ഗവൺമെൻറ് പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ആ പ്രവർത്തനങ്ങളിൽ കർമ്മനിരതനായി ഗവൺമെൻറ്റിന് പിന്തുണയും കരുത്തുമുണ്ടാക്കി കൊടുക്കാൻ യുവസമൂഹത്തെ അണിനിരത്താൻ സഖാവ് ബിജു നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്നും ഓർമ്മിക്കപ്പെടും. കോവിഡ് ബാധിച്ച് രോഗം ഭേദമായെങ്കിലും നെഗറ്റീവായെങ്കിലും മറ്റസുഖങ്ങൾ പിടിവിട്ടു. അതിനെ തുടർന്ന് പിന്നീട് സഖാവ് ബിജു അന്തരിച്ചത്. സഖാവ് ബിജു യുവജന പ്രസ്ഥാനത്തിൻ്റെ ധീരനായൊരു പോരാളിയാണ്. എന്നും എല്ലാവരുടെയും മനസ്സിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ മുഖം എന്നും തെളിഞ്ഞു നിൽക്കും. അതാകട്ടെ യുവസമൂഹത്തിൻ്റെ കരുത്തും പോരാട്ട വീര്യവും. സഖാവ് ബിജുവിനെ നിങ്ങൾക്കതിനൊരു മാതൃകയാക്കാം. അതാണ് എനിക്ക് DYFI സഖാക്കളോട് അഭ്യർത്ഥിക്കാനുള്ളത്. സഖാക്കളെ, നമുക്കിനി ഒരുപാട് സഞ്ചരിക്കാനുണ്ട്. നമുക്ക് നടന്നു പോകാനുള്ള വഴികൾ, കടന്നു പോകാനുള്ള വഴികൾ വളരെ ശാന്തവും മനോഹരവും സുന്ദരവുമല്ല. ഒട്ടനവധി പ്രയാസങ്ങളും പ്രശ്നങ്ങളും നിറഞ്ഞു നിൽക്കുന്നതാണ്. ഇതിലൂടെ വേണം നമുക്ക് നടന്നു പോകാൻ. ഇത്തരത്തിലുള്ള എല്ലാ പ്രതിസന്ധികളെയും തട്ടിമാറ്റിക്കൊണ്ട് മുന്നേറാൻ യുവ സഖാക്കളെ നിങ്ങൾക്ക് കഴിയണം. അതിനുള്ള കരുത്ത് നിങ്ങൾ ആർജിക്കൂ. ജനശക്തി സമാഹരിക്കൂ. എല്ലാ യുവാക്കളെയും നിങ്ങളുടെ പിന്നിൽ അണിനിരത്തൂ. അതിനാണ് DYFIക്ക് പിന്നിൽ അണിനിരത്തൂ. അതിനാണ് സഖാവ് ബിജു ജീവിതം മുഴുവൻ ചുരുങ്ങിയ കാലമേ ജീവിച്ചുള്ളൂവെങ്കിലും ആ കാലഘട്ടങ്ങളിൽ ദൗത്യം നിർവഹിച്ചത്. ആ ദൗത്യം അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളും സഖാക്കളും സഹപാഠികളും അദ്ദേഹത്തിൻ്റെ സംഘടനയിലെ എല്ലാവരും ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാവ് ബിജുവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ DYFIയുടെ സംസ്ഥാന കമ്മിറ്റി അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ ദുഃഖാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള അനുസ്മരണത്തിൽ ഞാനും കൂടി പങ്കാളിയാകുന്നു എന്നറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഖാവ് പി ബിജുവിൻ്റെ വേർപാട് വാക്കുകൾ കൊണ്ട് വിവരിക്കുന്നതിൻ്റെ അപ്പുറത്താണ്. ഇപ്പോഴും ആ ഞെട്ടലിൽ നിന്നും ബിജുവിനെ അറിയുന്നവർ മാറിയിട്ടില്ല. മികവുറ്റ സംഘാടകൻ, പോരാളി തുടങ്ങിയ
സംഘാടന മികവ് വെച്ചു പുലർത്തിയ സഖാവ് പി ബിജു ഇനിയുമേറെ ഈ നാടിനെ നയിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു. കേരളത്തിൻ്റെ ഭാവി എന്നു തന്നെ വേണമെങ്കിൽ സഖാവ് പി ബിജുവിനെ വിശേഷിപ്പിക്കാമായിരുന്നു. സഖാവ് പി ബിജുവിനെ വളരെ കാലമായി അടുത്തറിയുന്ന ഒരാളാണ് ഞാൻ. സഖാവ് പി ബിജുവിനെക്കുറിച്ച് ഒരുപാട് ഓർമ്മകളിങ്ങനെ ഇത് പറയുമ്പോൾ കടന്നു പോകുന്നുണ്ട്. ചിലത് മാത്രം ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നു. 2011 UDFൻ്റെ സർക്കാർ അധികാരത്തിൽ വന്ന ഉടനെ തന്നെ കേരളത്തിൽ തിരുവനന്തപുരത്തെ ഒരു വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റ സംഭവവുമായി ബന്ധപ്പെട്ട് SFI പ്രക്ഷോഭം നടത്തിയതുപോലെ തന്നെ DYFIയും പ്രക്ഷോഭം നടത്തിയിരുന്നു. കേരളത്തിലെ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ ലാത്തിച്ചാർജ് അന്ന് നടന്നത് 2011 ജൂൺ മാസം 29 കോഴിക്കോട് വെച്ചായിരുന്നു. കോഴിക്കോട്ടെ DYFIയുടെ കമ്മീഷൻ ഓഫീസ് മാർച്ച് തിരുവനന്തപുരത്തെ പോലീസ് നരനായാട്ടിനെതിരായിരുന്നു. തിരുവനന്തപുരത്തെ പോലീസ് ഒന്നും അറിയാത്ത ഒരു വിദ്യാർത്ഥിനിയെ ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തു നിൽക്കുന്ന വിദ്യാർത്ഥിനിയെ മർദ്ദിച്ചതിൽ പ്രതിഷേധിച്ചായിരുന്നു ആ മാർച്ച്. ആ മാർച്ചിനെ ഭീകരമായി കോഴിക്കോട്ട് പോലീസ് തല്ലിച്ചതച്ചു. ആ ഘട്ടത്തിൽ തന്നെയാണ് നിർമ്മൽ മാധവിൻ്റെ പ്രശ്നം കേരളത്തിൽ ഉയർന്നു വന്നത്. കോഴിക്കോട്ടെ DYFI അന്ന് തുടർച്ചയായി ചില പ്രക്ഷോഭങ്ങൾ നടത്തിയത് സഖാവ് പി ബിജു എല്ലായിടത്തും എടുത്തു പറയുമായിരുന്നു. സഖാവിന് പോരാട്ടങ്ങളോട് പ്രക്ഷോഭങ്ങളോടൊരു വല്ലാത്ത താല്പര്യമായിരുന്നു. സഖാവ് ബിജു SFIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു അന്ന്. SFIയുടെ പല പരിപാടികളിലും DYFI കോഴിക്കോട്ട് നടത്തിയ മാർച്ച്, പ്രക്ഷോഭങ്ങൾ, പ്രതിരോധ ഇടപെടലുകളൊക്കെ സഖാവ് ബിജു പരാമർശിക്കാറുണ്ടായിരുന്നുവെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഘട്ടത്തിലാണ് നിർമ്മൽ മാധവ് സമരം കോഴിക്കോട്ടെ കൂടി വ്യാപിപ്പിക്കേണ്ട സ്ഥിതിവിശേഷം വന്നത്. നിർമ്മൽ മാധവ് സമരത്തിൻ്റെ ഭാഗമായി കോഴിക്കോട്ട് പോലീസ് ഭീകരമായ മർദ്ദനം അഴിച്ചുവിട്ടിരുന്നു. പിന്നീടാണ് നിർമ്മൽ മാധവ് പഠിക്കുന്ന സ്ഥാപനത്തിന് മുന്നിൽ SFIയും പിന്നീട് DYFIയും സമരം ഏറ്റെടുത്തത്. ആ സമരത്തിലാണ് സഖാവ് പി ബിജുവിന് ഭീകരമായ മർദ്ദനമേറ്റത്. തല പൊട്ടി ചോരയൊലിക്കുന്ന ചിത്രം ഇന്നും നമ്മുടെ മുമ്പിലുണ്ട്. ബിജു നമ്മ വിട്ടുപിരിഞ്ഞപ്പോൾ എൻ്റെ ഉമ്മ എന്നോട് പറഞ്ഞത് തല പൊട്ടി ചോരയൊലിക്കുന്ന ബിജുവിൻ്റെ ചിത്രത്തെക്കുറിച്ചായിരുന്നു. ഇത് കേരളത്തിലെ അമ്മമാരും ഉമ്മമാരും മനസ്സിൽ എന്നും കാത്തുവെച്ച ഒരു ചിത്രമായിരുന്നു. ബിജു ചോരയൊലിച്ച് എടുത്തു കൊണ്ടുപോകുന്ന ചിത്രം. ആ സംഭവം നടക്കുമ്പോൾ ഞങ്ങളൊക്കെ ജയിലിലായിരുന്നു. സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ കുറേ പേരെ ജയിലിലടച്ചിരുന്നു. പക്ഷേ അന്ന് ജയിലിൽ നിന്നാണ് ഞങ്ങൾ ഈ വാർത്ത അറിഞ്ഞത്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം SFI അന്ന് നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ സഖാവ് ബിജുവിൻ്റെ ഉജ്ജ്വലമായ ഇടപെടലിൻ്റെ കൂടി ഭാഗമായിരുന്നു. പിന്നീട് സഖാവ് SFIയിൽ നിന്നും മാറി DYFIയിലേക്ക് വന്നു. DYFIയുടെ തിരുവനന്തപുരം ജില്ലാ പ്രസിഡൻ്റായി പ്രവർത്തിക്കുമെന്ന് ഞാൻ സഖാവുമായി കൂടുതലെടുത്തിരുന്നു. ഞാനന്ന് DYFIയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സമയമായിരുന്നു. ബിജുവിന് ഓരോ വിഷയത്തിലും കൃത്യമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു, നിലപാടുണ്ടായിരുന്നു. DYFIയുടെ സംസ്ഥാന സമ്മേളനം മലപ്പുറം ജില്ലയിലെ തിരൂരിൽ വെച്ച് നടക്കുമ്പോൾ ആ സമ്മേളനത്തിലാണ് ബിജുവിനെ ട്രഷററായി തിരഞ്ഞെടുത്തത്.
അന്ന് ഞങ്ങൾ ഒരുമിച്ച് ആയിരുന്നു താമസം. സഖാവിൻ്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും അന്ന് പങ്കുവച്ചത് ഞാൻ ഓർക്കുന്നു. സഖാവ് ബിജു കേരളത്തിന് ഒട്ടേറെ സംഭാവനകൾ നൽകാൻ സാധ്യമാകുന്ന ഒരു വ്യക്തിയായിരുന്നു. യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്നുള്ള നിലയിൽ ബിജു നടത്തിയിട്ടുള്ള ഇടപെടലുകൾ എല്ലാവരും അംഗീകരിച്ചതാണ്. അങ്ങനെയുള്ള ഒരു മികച്ച സംഘാടകൻ SFIയുടെ സംസ്ഥാന സെക്രട്ടറിയായി നിൽക്കുന്ന ഘട്ടത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള SFIയുടെ സഖാക്കളുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിച്ച ഒരു സഖാവ് അതായിരുന്നു പി ബിജു. ഏറ്റവും മികച്ച സംഘാടകൻ, പ്രക്ഷോഭകാരി, സഖാക്കളുടെ മനസ്സറിഞ്ഞ് ഇടപെടുന്ന വ്യക്തി. ആ നിലയിൽ കേരളത്തിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ നയിക്കുവാൻ യോഗ്യനായ ഒരു വ്യക്തിയാണ്, നാടിൻ്റെ ഭാവിയായ ഒരു വ്യക്തിയാണ് അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞിട്ടുള്ളത്. സഖാവിൻ്റെ വേർപാട് ഇപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല എന്നുകൂടി ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. മരണങ്ങൾ വേദനാജനകങ്ങളാണ്. പ്രത്യേകിച്ചും ജീവിതത്തിൻ്റെ വസന്തകാലത്ത് അപ്രതീക്ഷിതമായ ഒരാൾ നമ്മെ വിട്ടുപിരിയുമ്പോൾ ആ അവിശ്വസനീയമായ യാഥാർത്ഥ്യത്തിൻ്റെ മുൻപിൽ നമ്മൾ തെല്ലിട സ്തംഭിച്ചു പോകും. സഖാവ് ബിജുവിൻ്റെ വിയോഗം അത്തരത്തിലൊന്നാണ്. നല്ല ആരോഗ്യത്തോടെ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് ഈ കോവിഡ് മഹാമാരിയുടെ ഘട്ടത്തിൽ അദ്ദേഹം അസുഖബാധിതനായതായി അറിഞ്ഞെങ്കിലും അത് വളരെ വേഗത്തിൽ ചികിത്സിച്ച് ജീവിതത്തിലേക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ തിരിച്ചു വരും എന്ന് തന്നെയാണ് നമ്മളെല്ലാവരും വിശ്വസിച്ചിരുന്നത്. എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായി, അവിശ്വസനീയമായി സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സഖാവ് പി ബിജു മരിച്ചു എന്നത് ഇപ്പോഴും ഉൾക്കൊള്ളാനാവാത്ത ഒരു യാഥാർത്ഥ്യമായി നമ്മുടെ മുൻപിൽ നിൽക്കുകയാണ്. സഖാവിനെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥി യുവജന സംഘടനാ രംഗത്ത് സംസ്ഥാന ഭാരവാഹിത്വത്തിൽ നമ്മുടെ നാട്ടിലെ പുരോഗമന ആശയങ്ങൾക്ക് കരുത്തു പകർന്ന് ഏറ്റവും സജീവമായി രാഷ്ട്രീയ ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച ചരിത്രമാണ് നമ്മുടെ മുൻപിലുള്ളത്. സഖാവ് പി ബിജുവുമായി ദീർഘകാലത്തെ ഒരു 10-20 വർഷക്കാലത്തെ അടുത്ത സംഘടനാപരമായ പരിചയം എനിക്കുണ്ട്. ഒരുമിച്ച് പ്രവർത്തിച്ച സഹപ്രവർത്തകരായി ഒരുമിച്ച് പ്രവർത്തിച്ച് ഉത്തരവാദിത്വങ്ങൾ നിർവഹിച്ച ആ കാലം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഉണ്ട്. SFIയുടെ സംസ്ഥാന ഭാരവാഹിയായും DYFIയുടെ ഭാരവാഹിയായും ഇപ്പോൾ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായും തന്നിൽ ഏൽപ്പിച്ച ഉത്തരവാദിത്വങ്ങളെല്ലാം പരമാവധി ഭംഗിയായി നിർവഹിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തോട് ഏറ്റവും സജീവമായി പ്രതികരിച്ച ഒരു നേതാവായിരുന്നു. ഇപ്പോൾ സഖാവ് നമ്മെ വിട്ടുപിരിഞ്ഞിട്ട് ചുരുങ്ങിയ ദിവസങ്ങൾ മാത്രമേ കടന്നുപോയിട്ടുള്ളൂ. നമുക്കറിയാം, ഏറ്റവും കൂടുതൽ കർമ്മോത്സുകമാകേണ്ടിയിരുന്ന ഒരു കാലത്താണ് സഖാവ് പി ബിജു നമ്മെ വിട്ടുപിരിഞ്ഞത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിനെതിരായി, ആ അർത്ഥത്തിൽ നമ്മുടെ നാടിനെതിരായി തന്നെ സംഘടിതമായ പ്രചാരവേലയും ആക്രമണവും വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെയും പിന്തിരിപ്പൻ നിലപാടുകൾ സ്വീകരിക്കുന്ന മാധ്യമങ്ങളുടെയും ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന ഒരു ഘട്ടത്തിലാണ് സഖാവ് ബിജുവിൻ്റെ വിയോഗം ഉണ്ടാവുന്നത്. അവിശ്വസനീയമെങ്കിലും ആ യാഥാർത്ഥ്യവുമായി നമുക്ക് പൊരുത്തപ്പെടുകയല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. സഖാവിൻ്റെ വിയോഗം മൂലം ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ സംഭവിച്ചിട്ടുള്ള വിടവ് നികത്തുന്നതിനു വേണ്ടി കൂടുതൽ വാശിയോടെയും കൂടുതൽ സജീവമായും സഖാവിൽ നിന്നും പതാക ഏറ്റുവാങ്ങി മുൻപോട്ട് പോവുക മാത്രമാണ് നമ്മുടെ മുൻപിലുള്ള പോംവഴി. ഏറ്റവും സംഘടനാപരമായി അടുപ്പമുള്ള, ദീർഘകാലം ഒരുമിച്ച് പ്രവർത്തിച്ച, ആ അർത്ഥത്തിൽ ഇപ്പോഴും നമ്മുടെ എല്ലാം മുൻപിൽ ഒട്ടും മങ്ങലേൽക്കാത്ത വ്യക്തിത്വമായി നിൽക്കുന്ന
സഖാവ് ബിജുവിൻ്റെ വിയോഗത്തിൽ ശിരസ്സുകുനിക്കുന്നു. ഞാൻ കൂടുതൽ മറ്റെന്താണ് സംസാരിക്കേണ്ടതെന്ന് ഈ സന്ദർഭത്തിൽ എനിക്ക് നിശ്ചയമില്ല. കാരണം വ്യക്തിപരമായി ദീർഘകാലത്തെ പരിചയവും അടുപ്പവും ഒരുമിച്ച് പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത അനുഭവവും എല്ലാം ഉള്ള ഒരു സഖാവ് പെട്ടെന്നൊരു നിമിഷത്തിൽ നമ്മെ വിട്ടുപിരിയുന്ന സമയത്ത് നമുക്ക് വളരെ സ്വാഭാവികമായോ യാഥാർത്ഥ്യബോധത്തോടെയോ എന്തെങ്കിലും സംസാരിക്കാൻ സാധിക്കാതെ വരും എന്നത് തിരിച്ചറിയുന്ന ഒരു സന്ദർഭം കൂടിയാണിത്. കൂടുതൽ മറ്റെന്തെങ്കിലും കാര്യങ്ങളിലേക്ക് കടന്നു പോകാതെ പ്രിയപ്പെട്ട സഖാവ് ബിജുവിൻ്റെ വിയോഗത്തിൽ കേരളത്തിലെ എല്ലാ സഖാക്കളെയും പോലെ ആ വിയോഗത്തിൽ വിഷമിക്കുന്ന മനസ്സുമായി ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ എളിയ വാക്കുകൾ നിർത്തുന്നു. അഭിവാദനങ്ങൾ. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട സ്നേഹിതൻ ശ്രീ പി ബിജു ഓർമ്മയായിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അദ്ദേഹം നമ്മളെ വിട്ടുപോയി എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം ഇപ്പോഴും വിശ്വസിക്കാനാവും. രാഷ്ട്രീയമായി ഇരുചേരിയിലാണെങ്കിലും അദ്ദേഹത്തോടും ഉള്ള അടുപ്പം ഇപ്പോഴും പിഴപിരിയാതെ നിൽക്കുക. ഞാൻ തിരുവനന്തപുരം ലോ അക്കാഡമി ലോ കോളേജിൽ 1ാം വർഷ LLB വിദ്യാർത്ഥിയായി എത്തുന്നത് 2001 കാലഘട്ടത്തിലാണ്. ആ സമയം മുതൽ ഇപ്പോൾ വരെയും അദ്ദേഹവുമായി ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി ബന്ധം നിലനിർത്തുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. ലോ അക്കാഡമിയിൽ ഞങ്ങളുടെ സീനിയറായിട്ടാണ് അദ്ദേഹം പഠിച്ചത്. SFIയുടെ ഏറ്റവും ശ്രദ്ധേയനായ നേതാവായിരുന്നു അദ്ദേഹം. തിരുവനന്തപുരം പട്ടണത്തിലെ മാത്രമല്ല കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന SFIയുടെ ഒരു നേതാവ്. മാത്രവുമല്ല കേരള യൂണിവേഴ്സിറ്റിയിലെ ദീർഘകാലം സെനറ്റ് അംഗവും സിൻഡിക്കേറ്റ് അംഗവും ഒക്കെയായി മാറി മാറി അദ്ദേഹം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു സവിശേഷപരമായിട്ടുള്ള ചില ഇടപെടലുകൾ എതിർശേരിയിലുള്ള ആളുകളോടൊക്കെ അദ്ദേഹം പുലർത്തി വന്ന വ്യക്തിബന്ധങ്ങൾ അതാണ് ആ സമയത്ത് തന്നെ അദ്ദേഹത്തോട് അടുപ്പിക്കാൻ കാരണമായത് എന്നീ അവസരം സ്മരിക്കുകയാണ്. പിന്നീട് അദ്ദേഹത്തിൻ്റെ വിട്ടുവീഴ്ചയില്ലാത്ത സംഘടനാപരമായ പല പല ഇടപെടലുകളും ഞാൻ ശ്രദ്ധിച്ചു. ഞാൻ KSUവിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെടുമ്പോഴും പിന്നീട് വൈസ് പ്രസിഡൻ്റായി ഒക്കെ പ്രവർത്തിക്കുമ്പോഴുമൊക്കെ അദ്ദേഹം SFIയുടെ സ്റ്റേറ്റ് ലീഡറായിരുന്നു. അവസാനം അദ്ദേഹം SFIയുടെ സംസ്ഥാന പ്രസിഡൻ്റായി പ്രവർത്തിക്കുന്ന കാലയളവ് ഞാൻ ഓർക്കുന്നു. പലപ്പോഴും വിദ്യാർത്ഥി സമരങ്ങളെ നാട്ടുകാർ പലതരത്തിൽ കുറ്റപ്പെടുത്താറുണ്ട്. പല വിഷയങ്ങളാണ്. അതായത് ഏത് വിദ്യാർത്ഥി സംഘടന ആണെങ്കിലും വിദ്യാർത്ഥികളുടെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് സമരത്തിനിറങ്ങി പുറപ്പെടുന്നത് എന്നുള്ളത് പ്രത്യേകമായി പരിഗണിക്കേണ്ട ഒരു വിഷയമാണ്. കലാലയ രാഷ്ട്രീയം നിരോധിക്കപ്പെട്ട അല്ലെങ്കിൽ കോടതി മുഖേന നിയന്ത്രിക്കപ്പെട്ട കാലഘട്ടം മുതൽ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തെ പരമപുച്ഛത്തോടു കൂടി നോക്കിക്കാണുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിലുണ്ട് എന്നുള്ള ഒരു വസ്തുതയെ നാം കണക്കിലെടുക്കുമ്പോൾ അവർ ഉയർത്തിവിടുന്ന പല വിമർശനങ്ങളും ചില പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ എല്ലാവരും ഒത്തുചേർന്ന് അതിനെതിരെ പ്രതികരിക്കേണ്ടതാണ് എന്നുള്ള ഒരു അഭിപ്രായം എനിക്കുണ്ട്. ഞാൻ സൂചിപ്പിച്ചു വരുന്നത് വിദ്യാർത്ഥി സമരങ്ങൾ അത് ഏത് ഗവൺമെൻറ് ഭരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടാണ് പാവപ്പെട്ട വിദ്യാർത്ഥികൾ തെരുവിലിറങ്ങി അടിവാങ്ങുന്നത്. SFI പ്രതിദാനം ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷത്തായിരുന്ന കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു ബിജു SFIയുടെ സംസ്ഥാന പ്രസിഡന്റാണ് ആ സമയത്ത്. ഇപ്പോഴും യൂട്യൂബ് ചാനലിൽ നമുക്കത് കാണാൻ കഴിയുന്നുണ്ട്. ഞാനത് പ്രത്യേകം ശ്രദ്ധിച്ചു. ഒരു വിദ്യാർത്ഥി വിഷയവുമായി ബന്ധപ്പെട്ട ക്രൂരമായ ഒരു ലാത്തിച്ചാർജിന് അദ്ദേഹം വിധേയമാവുകയും അപ്പോൾ ലാത്തിച്ചാർജിന് അദ്ദേഹം വിധേയമായി എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, അതിക്രൂരമായി അദ്ദേഹം മർദ്ദനത്തിനിരയായി. അവസാനം വെള്ളത്തിന് വേണ്ടി അദ്ദേഹം ദാഹിക്കുന്ന ഒരു സീൻ ഇപ്പോഴും ചാനലിൽ വന്നത് യൂട്യൂബിൽ കാണാൻ കഴിയുന്നുണ്ട്. എത്രയോ ദയനീയമായ ഒരു ചിത്രമായിരുന്നു അത്. ബിജുവിൻ്റെ മാത്രം അനുഭവമല്ല. ഇപ്പോൾ വിദ്യാർത്ഥി സംഘടനാ രംഗത്ത് ഇപ്പോൾ കേരള വിദ്യാർത്ഥി യൂണിയൻ്റെ പ്രവർത്തകർ ഉൾപ്പെടെ പോലീസിൻ്റെ
അതിക്രൂരമായ മർദ്ദനങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ്. ആ മർദ്ദനങ്ങൾ എന്ന് പറയുന്നത് പോലീസിൻ്റെ വീറും വാശിയും ഈ വിദ്യാർത്ഥികളുടെ തലയെ തല്ലി പൊട്ടിച്ചും അവർക്ക് അംഗവൈകല്യം വരുത്തുന്ന തരത്തിലൊക്കെ തന്നെ മൃഗീയമായ പീഡനത്തിന് വിധേയമാക്കിക്കൊണ്ട് ഇപ്പോഴും മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ വിമർശനാത്മകമായി തന്നെ ഏത് ഗവൺമെൻറ് ഭരിച്ചാലും വിദ്യാർത്ഥി സംഘടനകൾ, യുവജന സംഘടനകൾ നടത്തുന്ന സമരങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങളെ ഞാൻ തള്ളിപ്പറയും. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും. അപ്പോൾ ഏറ്റവും ക്രൂരമായി മർദ്ദനത്തിന് വിധേയനായ ഒരു എന്താ പറയുക, ഒരു പ്രവർത്തകനായിരുന്നു ശ്രീ ബിജു. അദ്ദേഹത്തിൻ്റെ ആ ഒരു ദയനീയമായ ചിത്രം എൻ്റെ മനസ്സിൽ ഇപ്പോഴും. ഞാൻ അദ്ദേഹത്തോട് തന്നെ, അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തോട് തന്നെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്രത്തോളം പീഡനം സഹിച്ച്, ത്യാഗം സഹിച്ച് അദ്ദേഹം സംഘടനാ പ്രവർത്തന രംഗത്ത് ഉയർന്നു നിൽക്കുകയായി. സംഘടനാ പ്രവർത്തനത്തിൽ എതിർചേരിയിലാണെങ്കിലും നല്ല നല്ല വ്യക്തിത്വങ്ങളെ അംഗീകരിക്കുവാൻ അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന നൽകുന്നതിന് വേണ്ടി അവരവരുടേതായ പ്രസ്ഥാനങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള ഒരു അഭിപ്രായക്കാരൻ കൂടിയാണ് ഞാൻ. അദ്ദേഹത്തിന് അർഹിച്ച ഒരു അംഗീകാരമാണ് യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന് നമുക്ക് തീർത്തും പറയാൻ കഴിയില്ല. അതിനേക്കാൾ ഏറെ അർഹതയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെ. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു തലത്തിൽ മാത്രമേ പ്രവർത്തിക്കാൻ കഴിഞ്ഞുള്ളൂ. യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായി അദ്ദേഹം പ്രവർത്തിക്കുമ്പോൾ പ്രതിപക്ഷ പ്രസ്ഥാനങ്ങളിൽ നിന്നും, പ്രതിപക്ഷ യുവജന സംഘടനകളിൽ നിന്നും ഒരാളെ നോമിനേറ്റ് ചെയ്യുന്ന ഒരു കീഴ്വഴക്കം കേരളത്തിലുണ്ട്. അത് ഏത് ഗവൺമെൻറ് ഭരിച്ചാലും പ്രതിപക്ഷ യുവജന സംഘടനകളുടെ ഒരു നോമിനി യുവജനക്ഷേമ ബോർഡിൽ വരും. ആ ഒരു നിലയിൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കാലഘട്ടത്തിൽ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ മെമ്പറായി ശ്രീ ബിജുവിൻ്റെ കീഴിൽ പ്രവർത്തിച്ചത് ഞാൻ ഈ അവസരം ഓർമ്മിക്കുന്നു. ഞാൻ പാർലമെൻറ്റ് അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം 2019 ജൂൺ മാസത്തിലാണ് ഞാൻ ആ സ്ഥാനം രാജിവെച്ചത്. അതുവരെ ഞാൻ തന്നെയായിരുന്നു പ്രതിപക്ഷത്തു നിന്നുമുള്ള യുവജന പ്രതിനിധി. അപ്പോൾ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കുമ്പോൾ തികഞ്ഞ പ്രതിപക്ഷ മര്യാദയോടുകൂടി എല്ലാ കാര്യങ്ങളിലും അദ്ദേഹം എനിക്ക് അവസരം നൽകുകയും യുവജനക്ഷേമ ബോർഡിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും, പ്രത്യേകിച്ചും ഇടുക്കി ജില്ലയിലെ യൂത്ത് വെൽഫെയർ ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള പദ്ധതികളുണ്ട്. ആ പദ്ധതികളുടെ കൂടിയാലോചനയിലൊക്കെ മുഖ്യ റോൾ അദ്ദേഹം എനിക്ക് നൽകിയിരുന്നു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശാനുസരണം തന്നെ ആ പദ്ധതികൾക്കൊക്കെ പൂർണ്ണത നൽകാൻ ഞാൻ പരമാവധി പരിശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ ഏതായാലും കാലത്തിൻ്റെ ഏറ്റവും പ്രതികൂലമായ ഒരു ഇടപെടൽ എന്നുള്ള നിലയിൽ തന്നെ നമ്മളാരും പ്രതീക്ഷിക്കാതെ ബിജു നമ്മളെ വിട്ട് പിരിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ 1000 ഓർമ്മകളാണ് ഈ അവസരത്തിൽ വ്യക്തിപരമായി എൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. 2001 മുതൽ ഇപ്പോൾ 2020 ആകുമ്പോൾ ഏതാണ്ട് 10-15 വർഷക്കാലം ഞാൻ തുടർച്ചയായി തിരുവനന്തപുരം കേന്ദ്രീകരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചിരുന്നത്. KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും സംസ്ഥാന ഭാരവാഹിയായി, അവസാനം സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന മുഴുവൻ കാലഘട്ടങ്ങളിൽ ആഴ്ചയിൽ 3-4 ദിവസം ഞാൻ തിരുവനന്തപുരത്തുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെയും ഏറെ വ്യക്തിബന്ധം പുലർത്തിയ എന്നതിലുപരിയായി എല്ലാ കാര്യങ്ങളും നോക്കിക്കണ്ട് അദ്ദേഹത്തെ ഏറെ അടുത്തു നിന്ന് വീക്ഷിച്ചിരുന്ന ഒരു എളിയ സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണം, വേർപാട് പറഞ്ഞറിയിക്കാനാവാത്ത ദുഃഖമാണ് വ്യക്തിപരമായി എനിക്ക് ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അല്ലെങ്കിൽ ആ ഒരു തരത്തിലാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ വേർപാടിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹം മരിച്ചു എന്നുള്ള ഒരു യാഥാർത്ഥ്യവുമായി ഇപ്പോഴും പൊരുത്തപ്പെടാൻ കഴിയുന്നില്ല. ഞാൻ ഫേസ്ബുക്കിൽ അന്നത്തെ ദിവസം തന്നെ എൻ്റെ അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് നൽകിയ കുറിപ്പിൽ ഞാനത് സൂചിപ്പിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖമനുഭവിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ ഞാൻ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ടായി. 2 പിഞ്ചു കുട്ടികളാണ് അദ്ദേഹത്തിനുള്ളത്. അദ്ദേഹത്തിൻ്റെ കുടുംബം, അതോടൊപ്പം തന്നെ പാർട്ടി സഹപ്രവർത്തകർ എല്ലാവരും വലിയ ദുഃഖത്തിലാണ്. കേരള മാസകാലം ഇപ്പോഴും നമ്മൾ പല സ്ഥലങ്ങളിലും പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോർഡുകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കുന്ന അദ്ദേഹത്തിൻ്റെ ജനസ്വീകാര്യത അദ്ദേഹത്തിന് വളരെയധികം നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നു. അദ്ദേഹത്തെ മനസ്സിൽ ആരാധിക്കുന്ന അനേകം ആളുകൾ, സംഘടനാ പ്രവർത്തകർ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഉണ്ട്. അവരെല്ലാം ഇന്ന് വിഷമവൃത്തത്തിലായിരിക്കുന്ന കാലത്തിലുള്ള പ്രിയ സുഹൃത്തിൻ്റെ വിയോഗം അത്
നാടിനുണ്ടാക്കിയ നഷ്ടത്തിൽ, അതുമൂലം നാടിനുണ്ടായ നഷ്ടത്തിൽ SFI DYFI സംഘടനയ്ക്കുണ്ടായ നഷ്ടത്തിൽ വ്യക്തിപരമായി ഞാനും പങ്കുചേരുന്നു. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ എക്കാലവും നിലനിർത്തപ്പെടാൻ സാധിക്കട്ടെ, ഈ നാട് മുന്നിടത്തോളം നിലനിർത്തപ്പെടാൻ സാധിക്കട്ടെ. ഒരു വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തകൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച കാഴ്ചപ്പാടുകൾ, മൗലികമായ ഇടപെടലുകൾ, അദ്ദേഹത്തിൻ്റെ ഭാവനാപൂർണമായിട്ടുള്ള കാര്യങ്ങൾ യൂത്ത് വെൽഫെയർ ബോർഡിൽ ഉൾപ്പെടെ ഇപ്പോൾ നടപ്പിലായിക്കൊണ്ടിരിക്കുന്നു. അത് യൂത്ത് വോളണ്ടിയർ ആക്ഷൻ ഫോഴ്സൊക്കെ ഏറ്റവും സജീവമായി ഇപ്പോൾ നിൽക്കുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമാണ്. ഞാൻ കഴിഞ്ഞ ദിവസവും ഇടുക്കിയിൽ അവരുടെ ഒരു പരിപാടിയിൽ, ട്രെയിനിങ് പരിപാടിയിലൊക്കെ പോയിരുന്നു. തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ആ ഒരു മാതൃകാപരമായ ഇടപെടലുകളെ കാലം ഉള്ളിടത്തോളം സ്മരിക്കപ്പെടട്ടെ എന്നൊരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ഒരായിരം ദുഃഖം, അശ്രുപുഷ്പങ്ങൾ ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുന്നു. ഏവർക്കും നന്ദി. സഖാവ് പി ബിജുവിനെ പരിചയപ്പെടുന്നത് 1996 കാലത്തിലാണ്. അന്ന് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കുമ്പോഴാണ് ബിജുവുമായി അടുപ്പമുണ്ടാകുന്നത്. ഞാൻ ഹോമിയോപ്പതി മെഡിസിൻ്റെ ഡിഗ്രിക്ക് പഠനത്തിനായിട്ട് തിരുവനന്തപുരം ഹോമിയോ കോളേജിൽ എത്തിയ സമയമാണ്. ഹോസ്റ്റൽ സൗകര്യം ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ഹോസ്റ്റൽ ആയതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ താമസിക്കേണ്ടി വന്നത്. ആ സമയത്താണ് ബിജുവും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഉണ്ടാകുന്നത്. അവിടെ വെച്ചുള്ളൊരു പരിചയം, SFI എന്നുള്ള പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട അടുപ്പം, അതുമായി ഒന്നിച്ചുള്ള പ്രവർത്തനങ്ങളൊക്കെ ആ സമയത്ത് തന്നെ ധാരാളമായി ഉണ്ടായിരുന്നതാണ്. ബിജു വളരെ ലളിതമായി തന്നെ ആളുകളോട് ഇടപെടുന്ന ഒരു സഖാവ് എന്നുള്ളതായിരുന്നു ആദ്യം തന്നെ നമുക്ക് തോന്നുന്നു. ഒരു യാതൊരുവിധമായ രീതിയിലുള്ള ധാർഷ്ട്യങ്ങളൊന്നുമില്ലാതെ വളരെ ഇളഞ്ഞോടുകൂടി എല്ലാവരോടും പെരുമാറുന്ന, വളരെ സൗഹാർദ്ദത്തോടു കൂടി എല്ലാവരോടും പെരുമാറുന്ന ഒരു ആളായിരുന്നു. പിന്നീട് ഞാൻ കോളേജൊക്കെ വിട്ടതിന് ശേഷം പിന്നീട് ബിജുവിനെ കാണുന്നത് ചലച്ചിത്ര മേളകളിലാണ്. എല്ലാ ചലച്ചിത്ര മേളകളിലും സ്ഥിരമായിട്ട് ബിജു വരാറുണ്ട്. സിനിമകൾ കാണുകയും പലപ്പോഴും സിനിമകളെപ്പറ്റി, കണ്ട സിനിമകളെപ്പറ്റി ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്യുന്ന ഒരാളായിരുന്നു. എൻ്റെ സിനിമകൾ, പിന്നീട് ഞാൻ സിനിമ ഒക്കെ എടുത്തു തുടങ്ങുന്ന സമയത്ത് സിനിമകൾ ഫെസ്റ്റിവലിൽ വരുമ്പോൾ എൻ്റെ എല്ലാ സിനിമകളും കാണുവാനായി ബിജു വരികയും അതിൻ്റെയൊക്കെ പ്രദർശനങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ദീർഘനേരം സംസാരിക്കുകയും ഒക്കെ പതിവായിരുന്നു. പിന്നീട് യുവജനക്ഷേമ ബോർഡിൻ്റെ ചെയർമാനാകുന്ന സമയത്ത് അവിടെ വെച്ചിട്ടും അതുമായി ബന്ധപ്പെട്ട പല പരിപാടികളിലും ബിജു വിളിക്കുകയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അവരുടെ ചില ക്യാമ്പുകളിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെയൊരു വളരെ ദീർഘകാലമായിട്ടുള്ള ഒരു സൗഹൃദം അങ്ങനെ ഇടയ്ക്ക് കാണുകയും പല അവസരങ്ങളിലും തിരുവനന്തപുരത്തെ പല വേദികളിലും വെച്ച് വീണ്ടും കാണുകയും പരിചയം പുതുക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സൗഹൃദമാണ് ബിജുവുമായിട്ട് ഉണ്ടായിരുന്നത്. അതൊരു വ്യക്തിപരമായൊരു സൗഹൃദവും സഹാവെന്നൊരു സൗഹൃദവും ഒക്കെ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്നതാണ്, വളരെ ഊഷ്മളമായി ഉണ്ടായിരുന്നതാണ്. ഞാനിപ്പോൾ ഏറ്റവും അവസാനത്തെ സിനിമ ഓറഞ്ച് മരങ്ങളുടെ വീട് ചെയ്യുമ്പോൾ അതിൽ ഒരു പോലീസ് സ്റ്റേഷൻ ഷൂട്ട് ചെയ്യുന്നതിനായിട്ട് എവിടെ സെറ്റ് ചെയ്യാം എന്നാലോചിക്കുമ്പോഴാണ് ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തു കൂടിയായ നടൻ കൃഷ്ണ ബാലകൃഷ്ണൻ പറഞ്ഞത്, നമുക്ക് ബിജുവിൻ്റെ ഓഫീസ് ഒന്ന് ചോദിച്ചു നോക്കാം, അത് ഫീസ് അടച്ചു കഴിഞ്ഞാൽ കിട്ടുന്നതാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കുറേ കാലത്തിന് ശേഷം, കഴിഞ്ഞ ഫെസ്റ്റിവലിന് ശേഷം പിന്നീട് ബിജുവിനെ കാണുന്നത് ഈ ഒരു ആവശ്യത്തിനായിട്ട് ചെല്ലുമ്പോഴാണ്. ബിജുവിൻ്റെ ഓഫീസിൽ ചെന്നിട്ട് ഈ ആവശ്യമായ എല്ലാ സഹായങ്ങളും ബിജു ചെയ്തു തരികയും അതിൻ്റെ ഫീസുമൊക്കെ അടച്ചിട്ട് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്ന ദിവസം ബിജു എത്തും എന്ന് പറഞ്ഞിരുന്നതുമാണ്. പക്ഷേ അന്ന് എന്തോ പാർട്ടിയുടെ കമ്മിറ്റി, വളരെ അടിയന്തരമായ കമ്മിറ്റി ഉണ്ടായിരുന്നുകൊണ്ട് വരുവാൻ സാധിച്ചിരുന്നില്ല. പക്ഷേ അതിനുശേഷം വൈകിട്ട് പാർട്ടി കമ്മിറ്റി കഴിഞ്ഞ് ഏറെ വൈകി രാത്രിയിൽ ടെലിഫോണിൽ വിളിച്ചിട്ട് അവിടെ അസൗകര്യങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് ചോദിക്കുകയും ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ അതുപോലെ തന്നെ അവിടുത്തെ എല്ലാ ആളുകളോടും, ഉദ്യോഗസ്ഥരോടും അവിടുത്തെ എല്ലാ ജീവനക്കാരോടും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് പറഞ്ഞേൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടാണ് ബിജു പോയിരുന്നത്. വൈകുന്നേരം വിളിച്ച് കുഴപ്പമൊന്നും ഉണ്ടായില്ലല്ലോ എന്ന് പറയുകയും ഒക്കെ ചെയ്യുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് അത് കഴിഞ്ഞ ഫെസ്റ്റിവലിൽ ഡിസംബറിൽ എൻ്റെ സിനിമ വെയിൽമരങ്ങൾ പ്രദർശിപ്പിക്കുമ്പോൾ അത് കാണാനായിട്ട് ബിജു വരികയും അന്ന് ഹോസ്റ്റലിൽ തന്നെ ഞങ്ങൾ ഒന്നിച്ചുണ്ടായിരുന്ന, വളരെ മുൻപ് ഒന്നിച്ചുണ്ടായിരുന്ന കുറേ ആളുകൾ ആ സമയത്ത് ഒന്നിച്ച് കാണാൻ സാധിച്ചു. അപ്പോൾ ഞാൻ ബിജു എല്ലാവരും കൂടെ ചേർന്ന് തന്നെ അവരുമായിട്ട് ഹോസ്റ്റലിലുള്ള പഴയ കാലത്തെ സഹാക്കളെയൊക്കെ ഒന്നിച്ച് കാണുകയും അവരുടെ ഇപ്പോഴത്തെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അങ്ങനെ ഒരു വലിയ സ്നേഹോഷ്മമായ ഒരു ചടങ്ങ് കൂടി കഴിഞ്ഞിട്ടാണ്, അങ്ങനെ ഒരു അവസരം കഴിഞ്ഞിട്ടാണ് പോകുന്നത് കഴിഞ്ഞ ഡിസംബറിൽ. അതിനുശേഷം പിന്നീടിപ്പോൾ ഈ ബിജു കോവിഡ് അസുഖം ബാധിച്ച് കിടക്കുന്ന പുസ്തകത്തിൽ അറിഞ്ഞിരുന്നില്ല. അതങ്ങനെ ഒരു ആരും സുഹൃത്തുക്കൾ പറയുകയോ ഒന്നും ചെയ്യുന്നില്ല. വളരെ പെട്ടെന്നാണ് ഒരു ദിവസം
ഇങ്ങനെ കേൾക്കുന്നത് ബിജു നമ്മയൊക്കെ വിട്ടുപോയി എന്നുള്ളത് ഒരു പക്ഷേ രാഷ്ട്രീയത്തിലൊക്കെ വളരെ വലിയ ഒരു നിലയിലെത്തുമെന്ന് ഞങ്ങൾ എപ്പോഴും പറയുമായിരുന്ന ഒരാളാണ് ബിജു. വളരെ ഉന്നതങ്ങളിലേക്ക് എത്തേണ്ടിയിരുന്ന ഒരാളാണ്. അതിനുള്ള ഒരു രാഷ്ട്രീയ ക്വാളിറ്റിയും അതിനുള്ള ഒരു പക്വതയും എന്താ പറയുക, എല്ലാവരോടും സൗഹാർദ്ദമായി ഇടപെടാൻ പറ്റുന്ന തരത്തിൽ ജനകീയ വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റുന്ന ഒരു ഒന്നാന്തരം സഹാവ് തന്നെയായിരുന്നു ബിജു. ബിജുവിന്റെ ഒരു നഷ്ടം ഒരുപക്ഷെ അത് പാർട്ടിക്ക് മാത്രം ആവില്ല, അത് ബിജുവിനെ അടുത്തറിയാവുന്ന സുഹൃത്തുക്കൾക്കും ബിജുവിനോടൊപ്പം പ്രവർത്തിച്ച ആളുകൾക്കും ബിജുവിനോടൊപ്പം ഇടപെട്ടിട്ടുള്ള എല്ലാ മേഖലകളിലും ഔദ്യോഗികമായിട്ടും അല്ലാതെയും പാർട്ടിയിലുമൊക്കെ ഇടപെട്ടിട്ടുള്ള എല്ലാ ആളുകൾക്കും ഒരു വലിയ ദുഃഖം തന്നെയാണ് ബിജുവിന്റെ ഒരു വേർപാട്. അതൊരു തീർച്ചയായിട്ടും ഒരു സൗഹൃദങ്ങളുടെ ഏറ്റവും വലിയൊരു നഷ്ടമായി തന്നെ നമുക്കത് എപ്പോഴും മനസ്സിലുണ്ടാവുകയും ചെയ്യും. എല്ലാവർക്കും എൻ്റെ ഏറ്റവും വിനീതമായ നമസ്കാരം. പ്രിയപ്പെട്ട പി ബിജു, സഖാവ് ബിജു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട യുവ കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളായിരുന്നു. വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ എനിക്ക് ബിജുവിനെ പരിചയമുണ്ട്. അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ മുൻനിരകളിൽ അദ്ദേഹം വഹിച്ചിരുന്ന വലിയ പങ്ക് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കേരള സർവകലാശാല യൂണിയന്റെ ഭാരവാഹിയായിരുന്നപ്പോൾ അവർ സംഘടിപ്പിച്ച പല പരിപാടികളിലും എനിക്ക് പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. സാഹിത്യ ക്യാമ്പ് അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ ബിജു കാണിച്ച ഏറ്റവും വലിയ ശ്രദ്ധയും ബിജുവിൻ്റെ സജീവമായ ഇടപെടലുകളും എനിക്ക് നന്നായിട്ട് ഓർമ്മയുണ്ട്. വായന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്ന് കരുതിയിരുന്ന ആളായിരുന്നു സഖാവ് പി ബിജു. വായന അദ്ദേഹത്തിനൊരു ഹോബി ആയിരുന്നില്ല, അതായത് വിശ്രമവേളയിൽ ഒരു വിനോദമായിരുന്നില്ല വായന കാവ്യരചന പോലെ അനിവാര്യമായ ഒരു കാര്യമായിരുന്നു. വായിക്കുക എന്നത് ഒരു സാംസ്കാരിക പ്രവർത്തനം മാത്രമല്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്ന് ബിജു വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് യുവധാര അടക്കമുള്ള പ്രസിദ്ധീകരണങ്ങളുടെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള സാംസ്കാരിക സമ്മേളനങ്ങളിൽ, സാഹിത്യത്തിന് പ്രാധാന്യമുള്ള സമ്മേളനങ്ങളിൽ സംഘാടകനായിട്ടും ശ്രോതാവായിട്ടും എല്ലാം ബിജു ഉണ്ടായിരുന്നു. എല്ലാവർക്കും അറിയാവുന്ന പോലെ അദ്ദേഹത്തിന് ഒരു അംഗപരിമിതത്വം ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ആ ചെറുപ്പക്കാരൻ കണക്കാക്കിയതേയില്ല. വളരെ ഊർജ്ജസ്വലതയോടുകൂടിയാണ് അദ്ദേഹം രാഷ്ട്രീയ സാംസ്കാരിക പ്രവർത്തനം നടത്തിയത്. കോഴിക്കോട് അദ്ദേഹം നടത്തിയ സമരം, അന്ന് ബിജുവിന് നേരിടേണ്ടി വന്ന കൊടും ക്രൂരമായ പോലീസ് മർദ്ദനം, വെടിവയ്പ്പുണ്ടായ സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഞാനത് ആവർത്തിക്കുന്നില്ല. ഇത്തരം സമര രംഗങ്ങളിലെല്ലാം എങ്ങനെയാണോ പുന്നപ്ര വയലാറിലും ശൂരനാട്ടും കയ്യൂരിലും കരിവള്ളൂരിലുമൊക്കെ സഖാക്കൾ മരണത്തെ ഭയപ്പെടാതെ നിന്നത്, അതുപോലെയുള്ള ഒരു നിലയായിരുന്നു ബിജു സ്വീകരിച്ചിരുന്നത്. ഏറ്റവും ഒടുവിൽ ഞാൻ അദ്ദേഹത്തെ കാണുന്നത് യുവജനക്ഷേമ പരിപാടികളുമായിട്ട് ആയിരുന്നല്ലോ. അവിടെയും പുതിയ പുതിയ ആശയങ്ങൾ നടപ്പിലാക്കുവാൻ അദ്ദേഹം ശ്രദ്ധിച്ചിരുന്നു. പ്രളയം പോലുള്ള വലിയ ദുരന്തം ഉണ്ടാകുന്ന സമയത്ത് ചെറുപ്പക്കാരെ ആ ദുരന്തത്തെ നേരിടാനും ദുരന്തത്തിൽപ്പെട്ടവരെ സഹായിക്കാനും സജ്ജരാക്കുവാൻ വേണ്ടി യൂത്ത് ബ്രിഗേഡ് എന്ന ആശയം മുന്നോട്ട് വെച്ചത് ബിജു ആയിരുന്നു. അത് കേരളത്തിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു യുവജന പ്രവർത്തനം ആയിരുന്നു. അതുപോലെ ആശുപത്രികളിൽ കൂട്ടിരിക്കുന്നവർക്ക് ഭക്ഷണപ്പൊതികൾ വിതരണം ചെയ്യുന്നതിൽ ബിജു കാണിച്ച ശ്രദ്ധ പ്രശംസനീയം ആണ്. ഇങ്ങനെ നിരവധി കാര്യങ്ങൾ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിന് ഒരു വലിയ പ്രതിഭയാണ് സഖാവ് ബിജുവിൻ്റെ വേർപാടുകൊണ്ട് നഷ്ടപ്പെട്ടു പോയിരിക്കുന്നത്.
അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. ബിജു വിദ്യാർത്ഥിയായിരുന്ന സമയത്താണ് എൻ്റെ ആദ്യത്തെ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകത്തിന്റെ പേര് ഹബീബിന്റെ ദിനക്കുറിപ്പുകൾ എന്നായിരുന്നു. ഹബീബ് എന്നാൽ അതിന്റെ അർത്ഥം സുഹൃത്ത്, സഖാവ് എന്നാണ്. ഒന്നാമത്തെ ഘട്ടം പ്രത്യാശയുടെയും രണ്ടാമത്തെ ഘട്ടം നൈരാശ്യത്തിന്റെയും, അതായത് മരണം ഉണ്ടാക്കി വയ്ക്കുന്ന ആ നഷ്ടബോധത്തിന്റെയും ഒരു രീതി രേഖപ്പെടുത്തുന്ന തരത്തിലാണ് ഈ കവിത. ഞാനതിലെ രണ്ടാമത്തെ ഭാഗം വായിച്ചുകൊണ്ട് ബിജുവിനോട് ഉള്ള എൻ്റെ സ്നേഹവും ആദരവും പ്രകടിപ്പിക്കുന്നു. ഡിസംബർ 31. ഇനി വരാനുള്ള ചരിത്രമാസങ്ങളൻ മരണകഥ കേട്ടു പിരിഞ്ഞു പോകും. ഇനി വരാനുള്ള ദുരന്ത മധ്യാഹ്നങ്ങൾ കഥന കഥ കേട്ടു കരിഞ്ഞു വീഴും. ഇനി വരാനുള്ള കറുത്ത ഗ്രീഷ്മങ്ങളൻ കവിത മുനയേറ്റു പിടഞ്ഞു പാടും. ഇനി വരാനുള്ള ചുവന്ന വർഷങ്ങളൻ വിധുരവ്യഥയേറ്റു വിളർത്തു തോരും. ഇനി വരാനുള്ള സദുഃഖ പുഷ്പങ്ങളീ കരളിന്റെ കണ്ണീരിൽ ഈറനാകും. ഇനി വരാനുള്ള വിഷാദ സംഗീതമെൻ സിരകോർത്ത വീണതൻ തേങ്ങലാകും. ഇടവം കൊടുങ്ങുന്നു നെഞ്ചിൽ ഒരു ഓർമ്മതൻ കൊടുമുടി പിളർന്നു താഴുന്നു. മുടിയഴിച്ചാടിയ വിഭ്രാന്ത മോഹങ്ങൾ ചുടലകൾ ചൂണ്ടി വീഴുന്നു. മുറിയിൽ കിടക്കയിൽ പിണയുന്ന പാമ്പുകൾ വിഷമകുടിയൂതിയുലയുന്നു. ചുമരിന്റെ ചുണ്ടിൽ നിന്ന് ഒരു മൃതിപ്പാട്ടിന്റെ സ്വരമേളമൊഴുകിയെത്തുന്നു. നിശവാലിളക്കുന്നു, സ്വപ്നങ്ങൾ അസ്വസ്ഥരസനകൾ നീട്ടുന്നു. ഭംഗിയിലഭംഗിതൻ മകരരാവുതിരുന്നു. പ്രാണന്റെ ചില്ലയിൽ കഴുകുകൾ കനലാട്ടമാടുന്നു. നൊമ്പരക്കുതിരക്കുളമ്പടികൾ ഉള്ളിൽ കുതിക്കുന്നു. മരണമലറുന്ന മഹാഗുഹയ്ക്കുള്ളിലേക്ക് ഒടുവിൽ ഞാൻ എറിയപ്പെടുന്നു. ഇനി വരാനുള്ള തായമ്പകക്കാരെന്റെ നെടുവീർപ്പിനൊത്തു ലയം വിരിക്കും. ഇനി വരാനുള്ള വരൾച്ചകളൊക്കെ എൻ ചുടുനോവു തോർത്തിയതായിരിക്കും. ഇനി വരാനുള്ള തുറിച്ച സത്യങ്ങളൻ ഹൃദയതാളത്തിൽ തരിച്ചിരിക്കും. ഇനി വരാനുള്ള നശിച്ച നാട്യങ്ങളൻ നിറമിഴികൾ കണ്ട് തിരിച്ചു പോകും. ഇനി ഹബീബില്ലാത്ത രാവുകൾ പകലുകൾ, ഇനി ഹബീബില്ല ജനുവരികൾ, ഇനി ഹബീബില്ലാത്ത സായാഹ്ന യാത്രകൾ, ഇനി ഹബീബില്ല ഡിസംബറുകൾ. ഏറ്റവും ഒടുവിലായി ഞാൻ അദ്ദേഹത്തിന്റെ ഒരു ഫോട്ടോ കാണുന്നത് ഒരു സമരരംഗത്ത് തന്നെയാണ്. വീട്ടിന് മുന്നിൽ നടത്തിയ പ്രതിഷേധങ്ങൾ കേരളം മുഴുവൻ ബിജുവിന്റെ ജീവിത പങ്കാളിയും കുഞ്ഞുമായിട്ട് ചെങ്കൊടി പിടിച്ച് വീട്ടിന്റെ മുമ്പിലിരിക്കുന്ന ഒരു ചിത്രമാണ് ഞാൻ കണ്ടത്. രാഷ്ട്രീയ പ്രവർത്തനം വീടിന് പുറത്തല്ല, വീടിനകത്തും ആവശ്യമാണ് എന്ന സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ച സഖാവായിരുന്നു ബിജു. തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ ഇനിയും ആ വഴി കടന്നു പോകുന്ന യുവ സഖാക്കൾക്ക് വലിയ പ്രചോദനമായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ പ്രകാശിക്കുന്ന ഓർമ്മയ്ക്ക് മുന്നിൽ ഞാൻ എൻ്റെ ശിരസ് നമിക്കുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാം മനസ്സിൽ വലിയ മുറിവേൽപ്പിച്ചുകൊണ്ടാണ് പ്രിയപ്പെട്ട ബിജു നമ്മെ വിട്ടുപിരിഞ്ഞത്. ഒരു തരത്തിലും ആ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ കഴിയാതെ വേർപാടായിരുന്നു ബിജുവിൻ്റേത് എന്ന് പറയുന്നതാവും ശരി.
വിദ്യാർത്ഥി നേതാവായി, പ്രക്ഷോഭകാരിയായി, വലിയ സംഘാടകനായി കേരളമാകെ നിറഞ്ഞു നിന്ന നേതാവ് എന്നതിനും അപ്പുറത്ത് ഏറ്റവും ഒടുവിൽ കേരള സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന പദവിയിലിരുന്നു കൊണ്ട് ഏറെ അർത്ഥവത്തായ ക്യാമ്പയിനുകളും പരിപാടികളുമാണ് ബിജുവിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചത്. യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഇത്രയേറെ വൈവിധ്യമുണ്ടെന്ന്, അല്ലെങ്കിൽ ഇടപെടാനുള്ള സാധ്യതകൾ ഇത്രയേറെയുണ്ട് എന്ന് കഴിഞ്ഞ 4 വർഷക്കാലത്തെ നേതൃത്വപരമായ പ്രവർത്തനങ്ങളുടെ ബിജു തെളിയിക്കുകയായിരുന്നു. കഴിഞ്ഞ ഒരു 2 പതിറ്റാണ്ട് കാലത്തെ ബന്ധം ബിജുവുമായിട്ട് വ്യക്തിപരമായി ഓർത്തെടുക്കുന്നതിന് വേണ്ടി സാധിക്കും. 2000-ൻ്റെ തുടക്കത്തിൽ തിരുവനന്തപുരത്ത് AISFൻ്റെ സംസ്ഥാന സെൻറ്ററിൻ്റെ ഭാഗമായി പ്രവർത്തനം കേന്ദ്രീകരിച്ച കാലം തൊട്ട് ഉണ്ടായ പരിചയം, എത്രയോ പ്രക്ഷോഭ വഴികളിൽ ധീരമായ നേതൃത്വം കൊടുത്തുകൊണ്ട് ബിജു തിരുവനന്തപുരത്ത് വിദ്യാർത്ഥി സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയുണ്ടായി. അന്ന് തുടങ്ങിയ പരിചയവും ബന്ധവും സൗഹൃദവുമെല്ലാമാണ് അത് വളർന്ന് യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായപ്പോൾ അതൊരു രംഗമായി പ്രവർത്തിക്കുന്നതിനിടയിൽ കുറേയും കൂടി ആ ബന്ധത്തിൽ ആഴമുണ്ടാവുകയും കൂടുതൽ സമയം യുവജനക്ഷേമ ബോർഡിൻ്റെ വിവിധ പ്രവർത്തനങ്ങളിൽ ഒന്നിച്ച് സഹകരിച്ച് പ്രവർത്തിക്കാനുള്ള അവസരം ഉണ്ടാവുകയും ചെയ്തപ്പോൾ വലിയ നിലയിൽ പരസ്പര ബഹുമാനത്തോടെയും സ്നേഹത്തോടെയും ഇടപെടാനും വിയോജിപ്പുകളെയും വിമർശനങ്ങളെയും പോലും ചിരിയോടുകൂടി സ്വാഗതം ചെയ്യാൻ, അതിനോടുള്ള തൻ്റെ എതിരഭിപ്രായം വളരെ സൗമ്യമായി ബോധ്യപ്പെടുത്താനെല്ലാം ബിജു കാണിച്ച ജാഗ്രതയും അതിനുള്ള മിടുക്കും വളരെയേറെ ശ്രദ്ധേയമായിരുന്നു എന്നാണ് എനിക്കിവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒരു കമ്മ്യൂണിസ്റ്റ് പോരാളി എന്ന നിലയിൽ ഒരാൾ അടയാളപ്പെടുത്തുന്നത് തീർച്ചയായും അദ്ദേഹത്തിൻ്റെ ധീരതയിലൂടെയാണ്. ആ അർത്ഥത്തിൽ ഏറെ ധീരതയോടുകൂടി പ്രക്ഷോഭങ്ങൾക്ക്, സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്ത നേതാവായിരുന്നു ബിജു എന്ന് നമുക്കെല്ലാം ബോധ്യമുള്ള കാര്യമാണ്. മറ്റൊന്ന്, ഒരു പൊതുപ്രവർത്തകൻ്റെ ഏറ്റവും വലിയ ഗുണമായി എവിടെയും പരിഗണിക്കപ്പെടുന്നത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉന്നതമായ മനുഷ്യത്വമാണ്. മറ്റുള്ളവരുടെ പ്രയാസങ്ങളിലും ദുരിതങ്ങളിലും, അത് വ്യക്തികളുടെ ആവാം, സമൂഹത്തിൻ്റെതാവാം, അതിലെല്ലാം മനുഷ്യസഹജമായ നൈർമല്യത്തോടെ, ജാഗ്രതയോടെ, ആത്മാർത്ഥതയോടെ ഇടപെടാൻ ബിജുവിന് സാധിച്ചു എന്നുള്ളത് എത്രയോ അനുഭവങ്ങളിലൂടെ ബോധ്യപ്പെട്ട കാര്യമാണ്. ധീരതയും മനുഷ്യത്വവും ഒരു യുവ കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ ബിജുവിലെ അടയാളപ്പെടുത്തപ്പെട്ട, നമ്മളെല്ലാം ആകർഷിക്കപ്പെട്ട ഒരു പ്രത്യേകതയായി ഞാൻ ഓർക്കുകയാണ്. നമ്മുടെ എല്ലാം ഓർമ്മകൾ അവസാനിക്കുന്നത് വരെ തീർച്ചയായും പ്രിയപ്പെട്ട ബിജുവിൻ്റെ വിടവാങ്ങൽ, അകാലത്തിലുള്ള കടന്നുപോക്ക് നമ്മളെല്ലാം വേദനപ്പെടുത്തിക്കൊണ്ടിരിക്കുക തന്നെ ചെയ്യുമെന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ പൊരുത്തപ്പെടാൻ ഏറെ പ്രയാസമുണ്ടെങ്കിലും ബിജു നമ്മുടെ കൂടെ ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ബിജുവിൽ മാതൃകയാക്കാൻ, ബിജുവിൽ നമുക്ക് പഠിക്കാൻ, ബിജുവിൻ്റെ ആത്മാർത്ഥതയെ ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട്. ആ അർത്ഥത്തിൽ SFIയുടെയും DYFIയുടെയും പോരാളിയായ നേതാവ് എന്ന നിലയിൽ ബിജു കേരളത്തിലെ പൊതുസമൂഹത്തിനകത്ത് കാട്ടിക്കൊടുത്ത ഉന്നതമായ കമ്മ്യൂണിസ്റ്റ് ധീരതയും
ആ പ്രവർത്തന വഴികളും അനുകരണീയമാണ്, മാതൃകയാണ്. അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ നമ്മുടെ എല്ലാം മനസ്സിൽ ജ്വലിക്കുന്ന ഒരേടായി എന്നും അവശേഷിക്കും എന്ന് മാത്രം സൂചിപ്പിച്ച് ബിജുവിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ AIVF-ൻ്റെ സംസ്ഥാന കമ്മിറ്റിയുടെ 1000 രക്തപുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട്, അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ലാൽസലാം. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, സഖാവ് പി ബിജുവിൻ്റെ അനുസ്മരണ വേദിയിലേക്ക് എത്തിച്ചേർന്ന മുഴുവൻ പേരെയും ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ആദ്യമേ തന്നെ അഭിവാദ്യം ചെയ്യുകയാണ്. അവരോട് നന്ദി രേഖപ്പെടുത്തുകയാണ്. സഖാവ് പി ബിജുവിൻ്റെ ജീവിത വഴിയിൽ അടുത്തറിയാമായിരുന്ന സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക രംഗത്ത് സജീവ സാന്നിധ്യമായി നിൽക്കുന്ന പ്രമുഖരാണ് ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് ഇന്ന് ഈ അനുസ്മരണ വേദിയിലേക്ക് എത്തിച്ചേർന്നത്. കോവിഡ് പ്രോട്ടോക്കോളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വിശാലമായ ഇൻ്റർനെറ്റിൻ്റെ പ്ലാറ്റ്ഫോമിൽ ഡിവൈഎഫ്ഐ കേരള ഫേസ്ബുക്ക് പേജിലൂടെ ഇത്തരമൊരു അനുസ്മരണം സംഘടിപ്പിക്കുന്നതിന് ഡിവൈഎഫ്ഐ സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചത്. എനിക്ക് മുമ്പ് സംസാരിച്ച സഖാവ് EP ഉൾപ്പെടെ ഒട്ടനവധി പേർ അവരുടെ അനുഭവങ്ങൾ ഇവിടെ പങ്കുവെക്കുകയുണ്ടായി. ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് സഖാവ് PM മുഹമ്മദ് റിയാസ്, സഖാവ് പി ബിജു ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന ട്രഷററായിരുന്നപ്പോൾ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് M സ്വരാജ് MLA, ശ്രീ ഡീൻ കുര്യാക്കോസ് അദ്ദേഹത്തോടൊപ്പം ലോ അക്കാഡമിയിൽ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ യുവജനക്ഷേമ ബോർഡിലും ഒരുമിച്ച് പ്രവർത്തിച്ചു. ഡോക്ടർ ബിജുവിന് വലിയ അനുഭവം തന്നെ ശ്രീ പി ബിജുവുമായി ബന്ധപ്പെട്ടുണ്ട്. തിരുവനന്തപുരത്തെയും ഹോസ്റ്റൽ ലൈഫിലെയും എല്ലാം തന്നെ അത്തരം അനുഭവങ്ങൾ സഖാവ് പി ബിജു മരണപ്പെട്ട സന്ദർഭത്തിൽ തന്നെ ഡോക്ടർ ബിജു അത് വെളിപ്പെടുത്തിയിരുന്നു. സാഹിത്യ സാംസ്കാരിക രംഗത്തെ ഒട്ടനവധി പേരുമായി സഖാവ് പി ബിജുവിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു. അവരുടെ ആകെ പ്രതിനിധി എന്ന നിലയിലാണ് അടുത്ത ബന്ധമുള്ള സഖാവ് പി ബിജുവിനോടൊപ്പം നന്നായിട്ട് സൗഹൃദമുള്ള ശ്രീ കുരീപ്പുഴ ശ്രീകുമാറിനെ ഞങ്ങൾ ക്ഷണിച്ചത്. AIVF-ൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് മഹേഷ് കക്കത്ത് ഈ ചടങ്ങിൽ പങ്കെടുത്തു. യുവജനക്ഷേമ ബോർഡ് എന്ന നിലയിലും അല്ലാതെയും വിദ്യാർത്ഥി യുവജന രംഗത്തും പ്രവർത്തിക്കുന്നതിനിടയിൽ സഖാവ് പി ബിജുവിനെ അടുത്തറിയാവുന്നയാളാണ്. ഇങ്ങനെ സഖാവ് EP മുതൽ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും വ്യത്യസ്ത തരത്തിൽ സഖാവ് പി ബിജുവുമായിട്ടുള്ള അനുഭവങ്ങൾ പങ്കുവച്ചവരാണ്. ഇനിയും പങ്കുവയ്ക്കാൻ ഒട്ടേറെ പേരെ നമുക്ക് ക്ഷണിക്കുവാൻ കഴിയും. പക്ഷെ അതിങ്ങനെ ഒരുപാട് പരന്നു പോകും എന്നുള്ളത് കൊണ്ടാണ് പരിമിതമായി നമ്മൾ ഈ നിലയിൽ ഇതിനെ ക്രമീകരിച്ചത്. സഖാവ് പി ബിജു വിട പറഞ്ഞു കഴിഞ്ഞു എന്ന് ഇപ്പോഴും വിശ്വസിക്കാനാകാത്ത ഒട്ടനവധി സുഹൃത്തുക്കളുണ്ട് അദ്ദേഹത്തിന്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. അപ്രതീക്ഷിതമാണ് മിക്കപ്പോഴും മരണങ്ങൾ. പക്ഷേ ഇത് അസാധാരണമാം വിധം അപ്രതീക്ഷിതമായി പോയി എന്നുള്ളതാണ്. ഫിസിക്കലി വളരെ ഹെൽത്തി ആയിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് കാഴ്ചയിലോ സൗഹൃദത്തിലോ ഇടപെടലിലോ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനത്തിനിടയിലോ എപ്പോഴെങ്കിലും ഒരിക്കൽ അദ്ദേഹം ഈ നിലയിൽ മരണാസന്നനാണെന്നൊരു തോന്നൽ പോലും നമുക്കില്ലാതിരുന്ന ഒരാൾ പെട്ടെന്ന് നമ്മെ വിട്ട് പിരിയുക എന്ന് പറഞ്ഞത് ഒരിക്കലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനോ സുഹൃത്തുക്കൾക്കോ ഉൾക്കൊള്ളാൻ കഴിയാത്ത ഒരു കാര്യമാണ്. അത്ര അപ്രതീക്ഷിതമാണ് സഖാവ് പി ബിജുവിൻ്റെ വേർപാട്. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെയാണ് സഖാവ് പി ബിജു സംഘടനാ രംഗത്തേക്ക് കടന്നു വരുന്നത്. തിരുവനന്തപുരം ആർട്സ് കോളേജിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ് സഖാവ് പി ബിജു SFI ആയി കടന്നു വരുന്നത്.
എനിക്ക് തോന്നുന്നു സഖാവ് പി ബിജു എന്ന രാഷ്ട്രീയ നേതാവിനെ മോൾഡ് ചെയ്തെടുത്ത 2 സ്ഥാപനങ്ങൾ, ഒന്ന് തിരുവനന്തപുരം ആർട്സ് കോളേജും മറ്റൊന്ന് തിരുവനന്തപുരത്തെ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലുമാണ്. അങ്ങനെ ഒരു ഇടതുപക്ഷ ആഭിമുഖ്യമുള്ള കുടുംബത്തിൽ നിന്ന് വന്നയാളൊന്നും ആയിരുന്നില്ല സഖാവ് ബിജു. ഈ 2 ഇടങ്ങളാണ് തലസ്ഥാനത്ത് നടന്ന തീഷ്ണമായ പോരാട്ടങ്ങൾ, ചൂടേറിയ പോരാട്ടങ്ങൾ. ആ പോരാട്ടങ്ങളുമാണ് സഖാവ് പി ബിജുവിലെ ഒരു കേഡറെ രൂപപ്പെടുത്തിയെടുത്തത്. അദ്ദേഹം മരണപ്പെടുമ്പോൾ CPIM-ൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി അംഗമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കേവർക്കും അറിയാവുന്നതുപോലെ സംസ്ഥാന യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാനായും പ്രവർത്തിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരണമടഞ്ഞത്. ആർട്സ് കോളേജിലെ വിദ്യാർത്ഥി സംഘടനാ കാലഘട്ടം മുതൽ CPIM-ൻ്റെ ജില്ലാ കമ്മിറ്റി അംഗം വരെയുള്ള മരണപ്പെടുന്നത് വരെയുള്ള കാലഘട്ടം അത്യന്തം ത്യാഗപൂർണമായിരുന്നു സഖാവ് പി ബിജുവിൻ്റെ ജീവിതം എന്ന് നമുക്ക് പറയാൻ കഴിയും. ത്യാഗസന്നദ്ധനായിരുന്നു സഖാവ് പി ബിജു. നല്ല ധീരനായിരുന്നു സഖാവ് പി ബിജു. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യൂണിവേഴ്സിറ്റി കോളേജിലെ വിദ്യാർത്ഥിയായി ഞാൻ കടന്നു വരുന്ന സന്ദർഭം മുതലാണ് സഖാവ് പി ബിജുവിനെ ഞാൻ അറിയാൻ തുടങ്ങുന്നത്. പിന്നീട് അടുത്തിടപഴകാൻ തുടങ്ങുന്നത് നെടുമങ്ങാട് നടന്ന SFIയുടെ ജില്ലാ സമ്മേളനത്തിൽ സഖാവ് പി ബിജു ജില്ലാ സെക്രട്ടറിയായി വന്നതിന് ശേഷവുമാണ്. അതിനു മുമ്പ് യൂണിവേഴ്സിറ്റിയുടെ ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അറിയാം, കൂടുതൽ പരിചയമുണ്ട്. പക്ഷേ അടുത്തിടപഴകാൻ തുടങ്ങിയത്, ഒട്ടേറെ സമയം ഒരുമിച്ച് ചിലവഴിക്കാൻ തുടങ്ങിയത്, ഒരുമിച്ച് ഭക്ഷണം കഴിക്കാനോ ഒരുമിച്ച് കിടക്കാനോ ഒരുമിച്ച് സിനിമയ്ക്ക് പോകാനോ ഒരുമിച്ച് അങ്ങനെ എല്ലാം ജീവിതത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകാൻ തുടങ്ങിയത് അദ്ദേഹം സെക്രട്ടറി ആയതിനു ശേഷമാണ്. ജില്ലാ സെക്രട്ടറി ആയ ജില്ലാ കമ്മിറ്റിയുടെ അംഗമായിരുന്നു ഞാൻ. സഖാവിനെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് രേഖപ്പെടുത്താൻ കഴിയുക. പരിമിതമായ സൗകര്യങ്ങൾ മതിയായിരുന്നു സഖാവ് പി ബിജുവിന്. അതിലുപരി ഏതു തരത്തിലുള്ള ത്യാഗസന്നദ്ധനുമായിരുന്നു. ഇപ്പോൾ സഖാവ് പി ബിജു ജീവിച്ചിരുന്ന കാലം കൂടുതൽ സമയവും ജീവിച്ചത് വീട്ടിലായിരുന്നില്ല. മറിച്ച് അദ്ദേഹത്തിൻ്റെ കൗമാരവും യൗവനവും അദ്ദേഹം കൂടുതൽ കഴിച്ചു കൂട്ടിയത് സംഘടനയ്ക്കൊപ്പമായിരുന്നു എന്ന് നിസ്സംശയം പറയാൻ കഴിയും. കാരണം ആർട്സ് കോളേജിലെ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ വീട്ടിലേക്ക് പോകാറേയില്ല. അത്യപൂർവങ്ങളിൽ അത്യസാധാരണമായി മാത്രമാണ് വീട്ടിലേക്ക് പോകാറുള്ളത്. മറിച്ച് സംഘടനാ രംഗത്ത് തന്നെയായിരുന്നു പൂർണ്ണമായും. അത് ഒന്നുകിൽ ഹോസ്റ്റലിലായിരിക്കും, ഇല്ലെങ്കിൽ സ്റ്റുഡൻറ് സെൻറ്ററിലോ പാർട്ടി DC ഓഫീസിലോ ഒക്കെ ആയിരിക്കും. പിന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നെ SFI ഓഫീസിലെ സ്ഥിരം താമസക്കാരനായി. എനിക്ക് തോന്നുന്നു SFI കാലം കഴിയുന്നത് വരെയും അദ്ദേഹം വീട്ടിൽ വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമാണ് ചിലവഴിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ കൗമാരം യൗവനം എന്ന് തികഞ്ഞ ബോധ്യം എനിക്കുണ്ട്. അങ്ങനെയാണ് അദ്ദേഹം ചിലവഴിച്ചത്. പിന്നെ DYFI രംഗത്ത് വന്നതിന് ശേഷമാണ് പിന്നെ സ്ഥിരമായി വീട്ടിൽ പോകാൻ തുടങ്ങിയത് എന്ന് പറയാം. പിന്നെ കുടുംബമായി, ജീവിതമായി, വീട്, ഓഫീസ്, വീടിൽ നിന്നും പിന്നെ ഉത്തരവാദിത്തത്തിലേക്ക് പോകാൻ തുടങ്ങി. മുമ്പ് അങ്ങനെ ആയിരുന്നില്ല. മറ്റൊന്ന്, തലസ്ഥാനം നടന്ന ത്യാഗസന്നദ്ധമാർന്ന പോരാട്ടങ്ങൾക്കും സമരങ്ങൾക്കും, ആ സമരങ്ങളെന്ന് പറയുന്നത് കേരളത്തിലെ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് പോലും ചാലകശക്തിയായി പ്രവർത്തിച്ച പ്രക്ഷോഭങ്ങളായിരുന്നു. ആ പ്രക്ഷോഭങ്ങളുടെ മുന്നിലോ പിന്നിലോ സഖാവ് പി ബിജുവിൻ്റെ കയ്യൊപ്പ് പതിയാത്ത ഒരു പ്രക്ഷോഭവും ഈ കാലയളവിൽ തലസ്ഥാന നഗരിയിൽ ഉണ്ടായിട്ടില്ല. രാഷ്ട്രീയ എതിരാളികളോടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് വളരെ കണിശമായിരുന്നു, വിട്ടുവീഴ്ചയില്ലാത്തതായിരുന്നു. സംഘടനാ പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുന്ന കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനം അദ്ദേഹം സ്വീകരിക്കുമായിരുന്നു. അടുത്ത ബന്ധം പുലർത്തുന്ന ഘട്ടങ്ങളിൽ പോലും വളരെ രൂക്ഷമായ ഭാഷയിൽ കടന്നാക്രമിക്കാറുണ്ട്. അത് സംഘടനാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട മെരിറ്റിലായിരിക്കും, പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കും. നല്ല അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആയിരുന്നു സഖാവ് പി ബിജു. അത് പൊതുവിൽ അങ്ങനെ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാതെ പോയൊരു ഭാഗമാണ് എന്നെനിക്ക് തോന്നുന്നു. അദ്ദേഹം സ്കൂളിംഗ് തിരുവനന്തപുരത്തെ ലോർഡ് മൗണ്ട് സ്കൂളിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് കേരളത്തിൻ്റെ ഏറ്റവും നല്ല നിലയിൽ വിദ്യാഭ്യാസം നടക്കുന്ന ആർട്സ് കോളേജ്, കേരള സർവകലാശാലയിൽ MCJ വിദ്യാർത്ഥി. കേരള സർവകലാശാലയിലെ MCJ വിദ്യാർത്ഥി എന്ന് പറഞ്ഞാൽ എൻട്രൻസ് എഴുതി പ്രവേശന പരീക്ഷയിലൂടെ മാത്രം പ്രവേശനം ലഭിക്കുന്ന, പരിമിതമായ ആളുകൾക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്ന ഒരു ക്രീം ലെയർ സ്റ്റുഡൻസ് പഠിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അവിടെ അദ്ദേഹത്തിന് പ്രവേശനം ലഭിക്കുന്നു. ഇത് നിസ്സാര കാര്യമല്ല.
ലോ അക്കാഡമിയിലെ LLB വിദ്യാർത്ഥി ശ്രീ ഡീനൊക്കെ ഇവിടെ പരാമർശിച്ച കാലം, ഞാൻ അവിടെ ലോ അക്കാഡമിയിൽ അദ്ദേഹത്തിൻ്റെ സഖാവിൻ്റെ ജൂനിയറായി പഠിച്ച ഒരാളാണ് ഞാൻ. ഈ വേദിയിൽ തന്നെ സംസാരിച്ച സഖാവ് സ്വരാജ് എല്ലാം ആ ഘട്ടത്തിൽ അവിടെ സഖാവ് പി ബിജുവിൻ്റെ അതേ ബാച്ചാണെന്നാണ് എൻ്റെ വിശ്വാസം. ഒരുമിച്ചുണ്ടായിരുന്നവരാണ്. തൊട്ടു പിന്നിൽ ഞങ്ങളൊക്കെ ലോ അക്കാഡമിയിൽ പഠിച്ചവരാണ്, ഞാനും ഡീൻ കുര്യാക്കോസുമെല്ലാം. പഠിക്കുക, പോരാടുക എന്ന SFIയുടെ മുദ്രാവാക്യം യഥാർത്ഥത്തിൽ സഖാവ് പി ബിജു ഇന്നത്തെ SFIക്കാർക്കെല്ലാം, SFIയുടെ എല്ലാ പ്രവർത്തകർക്കും മാതൃകയാക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. അചഞ്ചലമായി പോരാടുമ്പോഴും ത്യാഗസന്നദ്ധമാർന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി തൻ്റെ കൗമാരം മുഴുവൻ ഒഴിഞ്ഞു വയ്ക്കുമ്പോഴും നല്ല വിദ്യാർത്ഥിയാകാൻ അദ്ദേഹം ശ്രമിച്ചിരുന്നു. പലപ്പോഴും ക്ലാസ് മുറിയിൽ നിന്നും സ്ഥിരമായി പോകാൻ കഴിയുന്ന ആളായിരുന്നില്ല സഖാവ് ബിജു. പക്ഷേ ബിജു പഠിക്കാൻ നിശ്ചയിച്ചിരുന്നു കഴിഞ്ഞാൽ ആ പരീക്ഷയിൽ കൃത്യമായി ജയിക്കുമായിരുന്നു. നന്നായി പഠിക്കാൻ, നന്നായിട്ട് പഠിക്കുന്നത് നന്നായിട്ട് മനസ്സിൽ കുറിച്ചു വയ്ക്കാൻ കഴിയുന്നയാളായിരുന്നു സഖാവ് പി ബിജു. ഇങ്ങനെയുള്ള ഒട്ടനവധി അനുഭവങ്ങളുണ്ട്. വ്യക്തിജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ സഖാവ് പി ബിജുവിൻ്റെ ജീവിത വഴിയിൽ അദ്ദേഹമെടുത്ത ശക്തമായ നിലപാടുകൾ, അദ്ദേഹമെടുത്ത ഏറ്റവും ശക്തമായ പോരാട്ട വഴികളിലെ മുന്നേറ്റങ്ങൾ, ഇതെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ അടയാളപ്പെടുത്തലുകൾ ഒരുപാടുണ്ട്. DYFIയുടെ സംസ്ഥാന ട്രഷററായി അദ്ദേഹം പ്രവർത്തിച്ചു. CPIMൻ്റെ വെഞ്ഞാറമൂട് ഏരിയ കമ്മിറ്റിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടായിരുന്നു. സഖാവ് ഏരിയ കമ്മിറ്റിയിലേക്ക് വന്നതിന് ശേഷമാണ് ഞാൻ വരുന്നത്. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിലും അങ്ങനെ തന്നെയാണ്. സഖാവ് പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റിയിൽ ആറ്റിങ്ങൽ ജില്ലാ സമ്മേളനത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. CPIMലേക്ക് കടന്നു വന്നു. ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ വളരെ കൃത്യതയോടുകൂടി നിർവഹിക്കാൻ കഴിഞ്ഞിരുന്ന ഒരാളായിരുന്നു സഖാവ് പി ബിജു. ഒരുപക്ഷെ അതുകൊണ്ടാണ് നെടുമങ്ങാട് സമ്മേളനത്തിൽ അദ്ദേഹം അപ്രതീക്ഷിതമായി SFIയുടെ ജില്ലാ സെക്രട്ടറിയായി കടന്നു വരുന്നത്. ഒരു വിദ്യാർത്ഥിയായിരിക്കുന്ന ഘട്ടത്തിൽ സർവകലാശാല യൂണിയൻ്റെ ജനറൽ സെക്രട്ടറി, സിൻഡിക്കേറ്റ് അംഗം, SFI അദ്ദേഹത്തെ ഏൽപ്പിച്ച ഓരോ ഉത്തരവാദിത്തവും വളരെ ഫലപ്രദമായി ഭംഗിയായി അദ്ദേഹം നിർവഹിച്ചു. DYFI കാലയളവിലും അദ്ദേഹം അങ്ങനെ തന്നെയാണ്. സിൻഡിക്കേറ്റ് അംഗമായിരുന്നു, 2 തവണയായി സിൻഡിക്കേറ്റ് അംഗമായിരുന്നു. പിന്നീട് നമ്മുടെ യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ. യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന നിലയിൽ സ്തുത്യർഹമായ പ്രവർത്തനങ്ങൾ ചരിത്രത്തിൽ, യുവജനക്ഷേമ ബോർഡിൻ്റെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തി വയ്ക്കാൻ കഴിയുന്ന ഒട്ടനവധി നല്ല സംരംഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ഭാവനാപൂർണ്ണമായ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ യൂത്ത് ആക്ഷൻ ഫോഴ്സ് എക്കാലവും, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ തന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ് ചെയ്യുന്നതിന് എങ്ങനെയാണ് യൂത്തിനെ അണിനിരത്താൻ കഴിയുക, സന്നദ്ധമാർന്നൊരു യുവതയെ എങ്ങനെയാണ് നമുക്ക് സാമൂഹിക രംഗത്തേക്ക് ഇടപെടുത്താൻ കഴിയുക, സമൂഹത്തിൻ്റെ കാവലാളായി എങ്ങനെ അണിനിരത്താൻ കഴിയും എന്നതിൻ്റെ നല്ലൊരു മോഡൽ പ്രൊജക്റ്റാണതെന്ന് പറയാം. മറ്റൊന്ന്, പാർശ്വവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഇടപെടൽ. അതിൽ 2 കാര്യങ്ങളാണ് എൻ്റെ ശ്രദ്ധയിൽ കൂടുതൽ ഞാൻ പ്രാധാന്യത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ആദിവാസി മേഖലകളിലും ദളിത് മേഖലയിലും യുവജനക്ഷേമ ബോർഡ് നടത്തിയ പ്രവർത്തനങ്ങൾ. അതോടൊപ്പം മറ്റൊന്ന്, ട്രാൻസ് പീപ്പിളിന് വേണ്ടി യുവജനക്ഷേമ ബോർഡ് നടത്തിയ പ്രവർത്തനങ്ങൾ. ഇതെല്ലാം തന്നെ ഒരു നല്ല DYFIക്കാരൻ, നല്ലൊരു SFIക്കാരൻ എന്ന നിലയിൽ, ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് എന്ന നിലയിൽ, നല്ല കാഴ്ചപ്പാടോടുകൂടി പാർശ്വവൽക്കരിക്കപ്പെടുകയും അവശത അനുഭവിക്കുകയും ചെയ്യുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടും സമൂഹത്തിനാകെ വേണ്ടിയും വളരെ സർഗാത്മകമായി പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. സഖാവ് പി ബിജു ഇനിയും ഒട്ടേറെ ദൂരം നമുക്കൊപ്പം, നമുക്ക് മുന്നേ നടക്കേണ്ടിയിരുന്ന പ്രിയപ്പെട്ട സഖാവാണ്. തികച്ചും അപ്രതീക്ഷിതമായി ആൻറ്റിജൻ ടെസ്റ്റിന് അദ്ദേഹം വരുന്ന ദിവസമാണ് അവസാനമായി ഞാൻ അദ്ദേഹത്തെ ജീവനോടെ കാണുന്നത്. അദ്ദേഹം ടെസ്റ്റ് പോസിറ്റീവാകുന്ന ദിവസം കാറിൽ നിന്ന് വന്നിറങ്ങി കൈ കാണിച്ചു, ചിരിച്ച് കാണാം എന്ന് പറഞ്ഞ് കയറിപ്പോകുന്ന സഖാവ് പി ബിജുവിനെ പിന്നെ കാണാൻ കഴിഞ്ഞത് ജീവനറ്റ നിലയിലാണ്. ഏതൊരാളെയും പോലെ തികച്ചും അപ്രതീക്ഷിതമായ വിയോഗത്തിൽ എനിക്കും DYFIക്കുമുള്ള അഗാധമായ ദുഃഖം ഞാൻ ഈ വേദിയിൽ വീണ്ടും രേഖപ്പെടുത്തുകയാണ്. ഇതിനകം തന്നെ നിരവധി അനുസ്മരണ വേദികളിൽ സഖാവ് പി ബിജുവുമായി ബന്ധപ്പെട്ട അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവെക്കുകയുണ്ടായി. ഇവിടെ ഇപ്പോഴും അത് ആവർത്തിക്കുകയാണ്. പക്ഷേ ഇതിനെല്ലാം അപ്പുറത്ത് മനസ്സിൽ സഖാവ് പി ബിജുവിൻ്റെ ഓർമ്മകളുണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നാടിനൊക്കെ ഒരിക്കലും മറക്കാനാകാത്ത, സംസ്ഥാനത്തിൻ്റെ വിവിധ മേഖലകളിൽ വളരെ വിശാലമായ സൗഹൃദ വലയം, അപ്രതീക്ഷിതമായ വാർത്ത കേട്ട് പൊട്ടിക്കരഞ്ഞവരും
അപ്രതീക്ഷിതമായ വാർത്ത എങ്ങനെ ഇത് സംഭവിച്ചു എന്നറിയാതെ തരിച്ചു നിന്നവരെയും എല്ലാം തന്നെ ഒരുപാട് പേരെ വ്യക്തിപരമായി എനിക്കറിയാൻ കഴിയും. ഏതായാലും തന്നെയും സഖാവ് പി ബിജുവിൻ്റെ അപ്രതീക്ഷിതമായ വിയോഗം നമ്മളെ ഓരോരുത്തരെയും വല്ലാതെ വിഷമിപ്പിച്ചതാണ്. കേരളത്തിന് വലിയ നഷ്ടമാണ് സഖാവ് പി ബിജുവിൻ്റെ നിര്യാണം. ചില മനുഷ്യരുടെ എല്ലാം തന്നെ സാന്നിധ്യം വേറെ ഏതു തരത്തിലാണ് പിന്നെ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയുക? ഇനിയും എത്രയോ ദൂരം സഞ്ചരിക്കേണ്ടിയിരുന്ന, എത്രയോ നിസ്തുലമായ സംഭാവനകൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുമായിരുന്ന, പുരോഗമന ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയിൽ ധീരമായ ഒരുപാട് സംഭാവനകൾ ചെയ്യാൻ കഴിയുന്ന, പ്രത്യേകിച്ചും ഒരു പ്രതിസന്ധികളുടെ ഒരു കാലഘട്ടം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ മുൻപിൽ നിൽക്കുമ്പോൾ വളരെ ധീരതയോടുകൂടി ഏത് സന്നിഗ്ധ ഘട്ടത്തെയും നേരിടാൻ കെൽപ്പുള്ള, ശേഷിയുള്ള ഒരു നല്ല കേഡറിനെ, ഒരു ധീരനായ അർപ്പണബോധമുള്ള സഖാവിനെ നമുക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. ഒരിടത്ത് പോലും പതറി നിൽക്കുന്നത് എനിക്കറിയാവുന്ന സഖാവ് പി ബിജുവിൽ ഞാൻ കണ്ടിട്ടില്ല. ഒരിടത്ത് പോലും പതറി നിൽക്കുന്നത്. ആകെ എനിക്ക് ഓർമ്മയുള്ളത്, അച്ഛൻ മരിച്ച് അവിടേക്ക് വരുമ്പോൾ ആ വീട്ടിലുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. സഖാവ് അവിടെ ഉണ്ടായിരുന്നില്ല, സ്ഥലത്തുണ്ടായിരുന്നില്ല. അവിടേക്ക് വന്നു കയറുന്ന ആ രംഗം അന്ന് പതറുന്നത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായി ഞാൻ കണ്ടു. പിന്നെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സഖാവ് പി ബിജു അച്ഛൻ്റെ മൃതശരീരത്തിനരികിലേക്ക് ഓടിയെത്തുന്ന മകൻ പതറി നിൽക്കുന്നതല്ലാതെ പിന്നെ എപ്പോഴെങ്കിലും ഒരിക്കൽ അദ്ദേഹം പതറുന്നതോ ഇടറുന്നതോ ഞാൻ കണ്ടിട്ടില്ല. ഏതെങ്കിലും ഒരു സമരഭൂമിയിൽ ഒരിക്കലും കണ്ടിട്ടില്ല. ഒരുപാട് ക്രൂരമർദ്ദനം ഏറ്റുവാങ്ങിയിട്ടും ആശുപത്രിയിൽ ചികിത്സ പോലും പാതി വഴിയിൽ ഉപേക്ഷിച്ച് ഞാൻ പോവുകയാണ് കേട്ടോ എന്ന് പറഞ്ഞിറങ്ങി പോകുന്ന ബിജുവിനെ മാത്രമാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏതു പ്രതിസന്ധിയിലും പാർട്ടിക്ക് ഒരു വളരെ വിശ്വസിക്കാൻ കഴിയുന്ന ഒരു നല്ല കേഡറായി, ഒരു നല്ല പോരാളിയായി ഇനിയും ഒട്ടേറെ കാലം നമുക്കൊപ്പം ഈ പാർട്ടിയിൽ ഉണ്ടാകേണ്ടിയിരുന്ന സഖാവ് പി ബിജുവിൻ്റെ അകാലത്തിലുള്ള വേർപാട് ഓരോരുത്തരെയും എന്ന പോലെ എന്നെയും വേദനിപ്പിക്കുന്നു. DYFI എന്ന മൂവ്മെൻറ്റും അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ശിരസ് കുനിക്കുന്നു. DYFIയിൽ ഇന്ന് അദ്ദേഹം സാങ്കേതികമായി ഇല്ല എങ്കിൽ കൂടിയും DYFIയുടെ സംസ്ഥാന ട്രഷറർ എന്ന നിലയിൽ യുവജന സംഘടനാ രംഗത്ത് അദ്ദേഹം പ്രവർത്തിച്ചു. ഏറെക്കാലം DYFIയുടെ സംസ്ഥാന കേന്ദ്രത്തിൽ അദ്ദേഹം പ്രവർത്തിച്ചു. പ്രിയപ്പെട്ട സഖാവ് പി ബിജു, അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് കുനിക്കുന്നു. DYFI അതിൻ്റെ പതാക താഴ്ത്തിക്കിട്ടുന്നു. ഒരിക്കലും മരണമില്ലാത്ത പ്രിയപ്പെട്ട പോരാളിക്ക് ഹൃദയം കൊണ്ട് അഭിവാദ്യങ്ങൾ നേരുന്നു. ആ കുടുംബത്തോടൊപ്പം അനുശോചനം, ആ കുടുംബത്തിൻ്റെ ദുഃഖത്തിൽ ഞാൻ പങ്കുചേരുന്നു. നമസ്കാരം. ഹൃദയം പൊട്ടുന്ന വേദനയോടെ മാത്രമേ ഇത്തരത്തിലൊരു പരിപാടിയിൽ നമുക്കെല്ലാവർക്കും പങ്കെടുക്കാൻ കഴിയൂ. സഖാവ് പി ബിജു മരണപ്പെട്ടു എന്ന് ഇപ്പോഴും നമുക്കാർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞെട്ടിക്കുന്ന വാർത്തയായിട്ടാണ് നമ്മളെല്ലാവരും ആ മരണവിവരം അറിഞ്ഞത്. നമ്മുടെ എല്ലാം പ്രിയങ്കരനായ സഖാവ് ഇപ്പോൾ നമ്മെ വിട്ടുപോയിരിക്കുന്നു. കോവിഡ് ബാധിച്ചു എന്ന് ഉള്ള അറിയിപ്പ് കിട്ടുന്നത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ മാസം 20-ാം തീയതിയാണ്. ടെസ്റ്റ് നടത്തി കോവിഡ് പോസിറ്റീവാണ് എന്ന വിവരം അറിയുന്നത്. അതറിഞ്ഞപ്പോൾ നമ്മുടെ നാട്ടിൽ സ്വാഭാവികമായും കോവിഡ് ബാധിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ള ചികിത്സയിലും മറ്റും ഇരിക്കുന്നു, വേഗതയിൽ സുഖം പ്രാപിക്കും എന്നാണ് നമ്മളെല്ലാവരും കരുതിയത്. എന്നാൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് പിന്നീട് ബിജു കുറച്ച് പ്രയാസത്തിലാണ്, രോഗത്തിൻ്റെ അവസ്ഥ കുറച്ച് മൂർച്ഛിച്ചിരിക്കുന്നു എന്ന വിവരം മനസ്സിലാക്കുന്നത്. അങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോഴും സഖാവ് ബിജു മരണപ്പെടുമെന്ന് ചിന്തിക്കാനേ കഴിയുമായിരുന്നില്ല. അല്ലെങ്കിൽ അത്രമാത്രം ഒരു ഗുരുതരമായ സാഹചര്യമാണ് എന്ന് മനസ്സിലാക്കാനേ കഴിയുമായിരുന്നില്ല. പിന്നീട് ഓരോ ദിവസം കഴിയുമ്പോഴും പ്രിയപ്പെട്ട സഖാക്കളും അതേപോലെ അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമെല്ലാം ഇതിൻ്റെ കൂടുതൽ അപകടകരമായ അവസ്ഥയെ സംബന്ധിച്ച് ഞങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ പറയുമ്പോഴും സഖാവ് ബിജു നമ്മളെ വിട്ടുപിരിയും എന്ന് നമ്മളാരും കരുതിയിരുന്നില്ല. ബിജു നമുക്ക് എല്ലാവർക്കും എത്രയോ പ്രിയപ്പെട്ടവനായിരുന്നു. കണ്ടുമുട്ടിയ എല്ലാവരുടെയും ഉറ്റ ചങ്ങാതിയും സഖാവുമായിരുന്നു പി ബിജു എന്നുള്ളതാണ് അദ്ദേഹവുമായി അടുത്ത് ബന്ധമുള്ള എല്ലാവരും പങ്കുവയ്ക്കുന്ന അനുഭവം എന്നുള്ളത് നമുക്ക് കാണാം. ഞാൻ യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബിജുവിനെ പരിചയപ്പെടുന്നത്. പരിചയപ്പെട്ട അന്നു മുതൽ അവസാനം വരെ ഒരേ മനസ്സോടെ ഒരേ സ്നേഹത്തോടെ ജീവിച്ചവരായിരുന്നു ഞങ്ങൾ എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എത്ര പ്രിയപ്പെട്ടവനായിരുന്നു, എത്ര നിശ്ചയദാർഢ്യമുള്ളവനായിരുന്നു. അദ്ദേഹത്തിൻ്റെ സമരങ്ങളും പ്രക്ഷോഭങ്ങളും അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോവുകയാണ്. വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ നേതാവായി, കേരളത്തിലെ
ഉജ്ജ്വലനായ പ്രക്ഷോഭകാരിയായി, സംഘാടകനായി സഖാവ് ബിജു മാറുന്നത് നമ്മൾ കണ്ടതാണ്. ജീവിതത്തിൻ്റെ ഭാഗമായി തനിക്കുണ്ടായ പല പരിമിതികളെയും എത്ര സമർത്ഥമായിട്ടാണ് ഒരു പ്രക്ഷോഭകാരി അതിജീവിച്ചു കൊണ്ടിരുന്നത് എന്നുള്ളത് നാം എല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. സമരമുഖത്തെ ഒരാവേശവും ഒരാത്മവിശ്വാസവുമായിരുന്നു സഖാവ് ബിജു എന്നുള്ളത് നമുക്ക് ഏവർക്കും കാണാം. ധീരതയായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഖമുദ്ര, ഒപ്പം സൗമ്യതയുമായിരുന്നു. ഏതൊരു മനുഷ്യനോടും സൗമ്യമായി ഇടപെടുക, വളരെ പച്ചയായ മനുഷ്യനായി ഇടപെടുക, ഒരു നാട്യങ്ങളുമില്ലാതെ പച്ചയായ മനുഷ്യസ്നേഹത്തോടെ ഇടപെടുകയും വർത്തമാനം പറയുകയും ചെയ്യുക എന്നുള്ളതായിരുന്നു ആ സഖാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതകൾ എന്ന് കാണാൻ കഴിയും. കണ്ടുമുട്ടിയ കാലം മുതൽ ഒന്നിച്ച് ഒരേ മനസ്സോടെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു. യുവജന സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ദീർഘനാൾ സഖാവിനോട് ഒന്നിച്ച് പ്രവർത്തിച്ചു. പിന്നീട് യുവജനക്ഷേമ ബോർഡിൻ്റെ വൈസ് ചെയർമാൻ എന്ന പദവി അദ്ദേഹം ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി യുവജനക്ഷേമ ബോർഡിലെ അംഗം എന്ന നിലയിൽ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിക്കാൻ കഴിഞ്ഞു. ഒരു സംഘാടകനും പ്രക്ഷോഭകാരിയും മാത്രമല്ല, ഭരണപരമായ തൻ്റെ നേതൃത്വ മികവ് എത്രയുണ്ട് എന്നുള്ളത് കഴിഞ്ഞ 4 വർഷക്കാലത്തെ യുവജനക്ഷേമ ബോർഡിൻ്റെ പ്രവർത്തനത്തിലൂടെ അദ്ദേഹം തെളിയിക്കുന്നതും നാം കണ്ടിട്ടുണ്ട്. ഇങ്ങനെ വളരെ ചുരുങ്ങിയ ജീവിതത്തിനുള്ളിൽ വ്യത്യസ്തമായ മണ്ഡലങ്ങളിലൂടെ ഉജ്ജ്വലമായ പ്രവർത്തനങ്ങൾ അടയാളപ്പെടുത്തിയിട്ടാണ് നമ്മുടെ പ്രിയപ്പെട്ട സഖാവ് ഇന്ന് നമ്മളെ വിട്ട് പിരിഞ്ഞു പോയിട്ടുള്ളത്. ആ സഖാവിൻ്റെ ജ്വലിക്കുന്ന ഓർമ്മകൾക്ക് മുമ്പിൽ ശിരസ് നമിക്കുന്നു. മറ്റു കാര്യങ്ങളിലേക്കൊന്നും കിടക്കാതെ പ്രിയപ്പെട്ട സഖാവിൻ്റെ വേർപാടിൽ എല്ലാവരോടുമൊപ്പം ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. പ്രിയമുള്ളവരെ, സഖാവ് പി. ബിജുവിൻ്റെ ഓർമ്മകളുടെ മുന്നിൽ നിന്ന് സംസാരിക്കുക എന്നത് വളരെ പ്രയാസമേറിയൊരു കാര്യമാണ്. സഖാവ് പി. ബിജു നമ്മളെല്ലാവരെയും വിട്ടുപിരിഞ്ഞു പോയി എന്ന് സങ്കല്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. നമ്മുടെ ജീവിതത്തിലെല്ലാം കൂടെയുണ്ട് എന്ന കൃത്യമായ ഒരു സന്ദേശം നൽകി കടന്നുപോയ സഖാവാണ് പി. ബിജു. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിന്റെ വഴികളിൽ എന്റെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയിട്ടുള്ള വ്യക്തിത്വമാണ് സഖാവ് പി. ബിജു. ഞങ്ങൾ തമ്മിലുള്ള അഗാധമായ സൗഹൃദവും സ്നേഹവും വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ വേണ്ടി കഴിയുന്ന ഒന്നേയല്ല. സഖാവ് പി. ബിജു SFI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ സംസ്ഥാന സെന്ററിന്റെ ഭാഗമായി പ്രവർത്തിക്കാൻ കഴിഞ്ഞ ഒരാളാണ് ഞാൻ. ഓരോ പ്രവർത്തനങ്ങളും കൃത്യതയോടുകൂടി ഏറ്റെടുക്കാനും എല്ലാ സഖാക്കളുടെയും ചുമതലകൾ അവർ കൃത്യമായി നിർവഹിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനും ചുമതലകളാകെ കൃത്യമായി വീതിച്ചു നൽകാനും എല്ലാം സഖാവ് പി. ബിജു കാണിച്ച പ്രവർത്തന ശൈലി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. എല്ലാവരെയും പ്രവർത്തിപ്പിക്കുക എന്നതാണ്. ഒരു പ്രവർത്തനം തീരുമാനിച്ചു കഴിഞ്ഞാൽ സഖാവ് നടത്തുന്ന അതിന്റെ തുടർ പ്രവർത്തനങ്ങൾ, ഫോളോ അപ്പ്, എല്ലാവരെയും വിളിക്കുക, നേരിൽ കാണേണ്ടവരെയെല്ലാം നേരിൽ കാണുക, എല്ലാവരും ആ പ്രവർത്തന രംഗത്തുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. ഇങ്ങനെ ആ പ്രവർത്തനം പൂർത്തിയാകുന്നത് വരെ അതിന്റെ പുറകെ കൃത്യതയോടെ സഞ്ചരിക്കുക എന്നതായിരുന്നു സഖാവ് പി. ബിജുവിന്റെ പ്രത്യേകത. ഓരോ സഖാവിന്റെയും കഴിവും ഇടപെടാനുള്ള വിവിധ മേഖലകളിലുള്ള ശേഷിയും എല്ലാം മനസ്സിലാക്കിക്കൊണ്ട് ചുമതലകൾ കൃത്യമായി വീതിച്ചു നൽകുമായിരുന്നു. വളരെ കാർക്കശ്യത്തോടും കണിശതയോടും കൂടിയാണ് സംഘടനാ രംഗത്ത് ഇടപെടുക. എന്നാൽ സൗഹൃദത്തിന്റെ കാര്യത്തിലാണെങ്കിൽ ഇത്രമേൽ സൗഹൃദം നൽകിയ ഒരു സഖാവ് എല്ലാവരോടും അവരുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ കഴിയാത്ത സൗഹൃദത്തിന്റെ ഓർമ്മകൾ അദ്ദേഹം കോറിയിട്ടിട്ടുണ്ട്. കമ്മിറ്റിയിൽ അതിരൂക്ഷമായ
വിമർശനങ്ങളും പ്രവർത്തനത്തിൽ വരുന്ന വീഴ്ചകളെക്കുറിച്ച് ശക്തമായ രീതിയിലുള്ള ഇടപെടലുകളുമെല്ലാം സഖാവ് നടത്തുമ്പോഴും പുറത്ത് സൗഹൃദത്തിന്റെ ഒരു വലിയ വലയം സൃഷ്ടിച്ചുകൊണ്ട് എല്ലാവരെയും ഹൃദയത്തോട് ചേർത്ത് പിടിക്കുമായിരുന്നു സഖാവ് പി ബിജു. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായ ഒരുപാട് ഓർമ്മകൾ പങ്കുവെക്കാനുണ്ട്. അതിന് കഴിയുന്നൊരു വേളയായി ഇത് ഞാൻ കരുതുന്നില്ല. മാത്രവുമല്ല, അങ്ങനെ പറയാൻ കഴിയാത്ത ഒരു മാനസികമായ സാഹചര്യം കൂടിയാണുള്ളത്. ഒരു സഖാവ്, സഹോദരനപ്പുറം സ്നേഹം നൽകിയ പ്രിയപ്പെട്ട സഖാവ് പി ബിജു. ഒരുമിച്ച് ഒരു മുറിയിൽ കിടന്നുറങ്ങിയ ഒരുപാട് ദിവസങ്ങൾ, ഒരുപാട് യാത്രകൾ ഒരുമിച്ച്. ഞങ്ങളെല്ലാവരും പറയാറുണ്ട്, കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പാതയോരത്ത് സഖാവ് പി ബിജു ചായ കുടിക്കാത്ത ഒരു തട്ടുകടയും ഉണ്ടാകില്ല എന്ന്. സഖാവിന് അതുമാത്രം മതിയായിരുന്നു. തട്ടുകടയിൽ ചേർത്ത് നിർത്തിക്കൊണ്ട് സംസാരിക്കുമ്പോൾ എപ്പോഴും ഒരു കൈ നമ്മുടെ തോളിലായിരിക്കും. തോളിൽ കൈവച്ചുകൊണ്ട് ചായ കുടിച്ച് സംസാരം. ആ സംസാരത്തിനിടയിൽ സംഘടനാ കാര്യങ്ങൾ വരും, വ്യക്തിപരമായ കാര്യങ്ങൾ വരും. സംഘടനാ കാര്യങ്ങളിൽ കാർക്കശ്യത്തോടുകൂടിയും വ്യക്തിപരമായ കാര്യങ്ങളിൽ സൗഹാർദ്ദത്തോടുകൂടിയും ചായ ഊതി കുടിച്ചുകൊണ്ട് സഖാവ് സംസാരിക്കുമായിരുന്നു. സമരമുഖങ്ങളിൽ സഖാവ് അസാമാന്യമായ ധൈര്യവും ഓരോ സമരവും ഓരോ ഘട്ടവും എങ്ങനെയാണ് വിജയിപ്പിച്ചെടുക്കേണ്ടത് എന്ന് കൃത്യമായ ധാരണയും എല്ലാം മുൻനിർത്തിക്കൊണ്ടായിരുന്നു മുന്നോട്ടു പോവുക. സമരമുഖത്ത് സഖാവ് പി ബിജു എല്ലാവർക്കും ഒരു പാഠമായിരുന്നു. SFIയുടെ സംസ്ഥാന ജാഥയിൽ ഒരുമിച്ച് പങ്കെടുത്തപ്പോഴുള്ള അനുഭവങ്ങൾ, സ്റ്റുഡന്റ് മാസികയുടെ എഡിറ്ററായി ഞാൻ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ ഓരോ മൈന്യൂട്ടായ കാര്യങ്ങളും സഖാവ് പി ബിജു പരിശോധിക്കുമായിരുന്നു. മാസികയ്ക്കകത്ത് ഒരു അക്ഷരത്തെറ്റ് പോലും വരാൻ വേണ്ടി പാടില്ല. അതുപോലെ തന്നെ ഒരു കവർ ഫോട്ടോ ഡിസൈൻ ചെയ്യുമ്പോൾ എത്ര തവണയാണ് സഖാവിനെ കാണിക്കേണ്ടി വരിക. പൂർണ്ണ തൃപ്തിയാൽ മാത്രമേ അത് അച്ചടിക്ക് പോകുമായിരുന്നുള്ളൂ. എഡിറ്റോറിയൽ കൈകാര്യം ചെയ്യുമ്പോഴും എഴുത്തുകളിലും അർത്ഥതലങ്ങളിലുമെല്ലാം സസൂക്ഷ്മമായ ഇടപെടൽ ഉണ്ടാകുമായിരുന്നു. ഇങ്ങനെ എല്ലാ കാര്യത്തിലും സഖാവിന്റെ ഒരു പരിശോധന, ഇടപെടൽ, ഇതെല്ലാം അനുഭവത്തിലുള്ളതാണ്. അതെല്ലാം പകർന്നു നൽകിയ ഒരുപാട് പാഠവുമുണ്ട്. വ്യക്തിപരമായ സൗഹൃദത്തിനപ്പുറം വീടുകളുമായുള്ള സൗഹൃദം, സഖാക്കളുടെ വീട്ടിലെത്തുക, വീട്ടുകാരുമായും സൗഹൃദത്തിലാവുക, അങ്ങനെ സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു വലിയ സൗഹൃദത്തിന്റെ വലയം സൃഷ്ടിച്ചുകൊണ്ടാണ് സഖാവ് പി ബിജു കടന്നുപോയത്. സഖാവിന്റെ ഓർമ്മകൾ എന്നൊന്നും പറയാൻ കഴിയുന്നൊരു മാനസികാവസ്ഥയിലല്ല നാം ഓരോരുത്തരും എന്നറിയാം. സഖാവ് നമ്മെ പിരിഞ്ഞുപോയി എന്ന് ഇപ്പോഴും വിശ്വസിക്കുക അല്പം പ്രയാസമാണ്. ആ വിളി കേൾക്കാൻ നമ്മൾ കൊതിച്ചിരിക്കുന്നു. എവിടെയോ ഉണ്ട് എന്ന തോന്നൽ നമുക്കുണ്ട്. സൗഹൃദത്തിന്റെ ഏറ്റവും വിശാലമായ തലം നമുക്ക് നൽകുകയും സംഘടനാ പ്രവർത്തനത്തിന്റെ ഒരുപാട് പാഠങ്ങൾ നമുക്ക് പകർന്നു നൽകുകയും ചെയ്ത സഖാവ് പി ബിജുവിന്റെ ഓർമ്മകളിൽ നമുക്ക് ഒന്നു മാത്രമേ ഉള്ളൂ: സഖാവിന്റെ നിരീതികൾ, സഖാവ് കാട്ടിത്തന്ന വഴികൾ, ആ വഴികളിലൂടെ സഞ്ചരിക്കുക. സംഘടനാ പ്രവർത്തനം
എല്ലാവരിലേക്കും ആ ഓരോ പ്രവർത്തകരിലേക്കും എത്തിക്കുക, അതിനുവേണ്ട പ്രവർത്തനങ്ങളിൽ സജ്ജരായിരിക്കുക എന്ന അദ്ദേഹം കാട്ടിത്തന്ന വഴിയുണ്ട്. ആ വഴിയിലൂടെ നമുക്ക് സഞ്ചരിക്കാം എന്ന് മാത്രമേ ഈ വേളയിൽ ഞാൻ സൂചിപ്പിക്കുന്നുള്ളൂ. സഖാവിന്റെ സ്മരണകൾ ഹൃദയത്തിൽ ഒരു മുറിവായി നിൽക്കുന്നതോടൊപ്പം തന്നെ സഖാവ് നൽകിയ സൗഹൃദം, ആ സൗഹൃദം മനസ്സിൽ നിന്ന് ഒരിക്കലും മാഞ്ഞു പോകുന്നതല്ല. സഖാവ് പി ബിജുവിന്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒരു പിടി രക്തപുഷ്പങ്ങൾ അർപ്പിക്കുക. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിട ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമരക്കാറ്റു